അവൾ ശരിയെന്ന് ശിരസിളക്കി. ഓക്കെ, ഗ്യാസ് നിറച്ച് കഴിഞ്ഞ ശേഷം നാം ലിങ്കൺ കാർ സ്റ്റേഷൻ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്യും. ലോഡ്ജിലേക്ക് നാം തിരിച്ചു വരുന്നത് നിന്റെ കാറിലായിരിക്കും. ഇതാണ് പദ്ധതി. എങ്ങനെയുണ്ട്? മിസ്സിസ് ലോറിംഗ് വിറയാർന്ന കൈകൊണ്ട് നെറ്റിയിൽ പതുക്കെ തടവി. ഇതൊക്കെ കുഴപ്പമാണ്. അയാളെ നോക്കാതെ അവൾ പറഞ്ഞു. ഇത് ശരിയായി നടക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഇത്തരം പദ്ധതി തയ്യാറാക്കാൻ എനിക്ക് തപസ്സിരുന്നാൽ പോലും സാധിക്കുകയില്ല. അതുകൊണ്ട് അതെല്ലാം താങ്കൾക്ക് തന്നെ വിട്ടുതരുന്നു. ഒരു കാര്യം, ആലീസ് ഒളിച്ചോടി പോവുകയാണെന്നാണ് സങ്കല്പമെങ്കിൽ അവൾ അവളുടെ വസ്ത്രങ്ങളെല്ലാം ഒപ്പം കൊണ്ടുപോകേണ്ടതല്ലേ? ദവേ ആ ചോദ്യം കേട്ട് ഒരു ഞെട്ടലോടെ ശിരസ്സുയർത്തി. തീർച്ചയായും, ഞാനത് മറന്നു. അത് വളരെ പ്രധാനമാണ്. മറ്റെന്താണെന്ന് വെച്ചാൽ 2 സൂട്ട് കേസുകളുടെ ആവശ്യവുമുണ്ട്. ഒരെണ്ണം അവളുടെ വസ്ത്രങ്ങൾ വയ്ക്കാനും മറ്റേത് പണം കൊണ്ടുപോകാനും. ആ 2 സൂട്ട് കേസുകളും ഗ്യാസ് അറ്റൻഡർ കാണത്തക്ക വിധം കാറിനകത്ത് പിൻസീറ്റിൽ വച്ചിരിക്കണം. ആലീസിനൊരു സൂട്ട് കേസ് ഉണ്ടായിരിക്കണം. അതെവിടെയാണെന്ന് നിനക്കറിയാമോ? ഒരുപക്ഷെ അവളുടെ മുറിയിൽ കാണുമായിരിക്കും. ഓക്കെ, അതൊക്കെ നോക്കേണ്ടത് നിന്റെ ജോലിയാണ്. അവളുടെ കുറേ തുണികൾ നീ പാക്ക് ചെയ്ത് ഒരു സൂട്ട് കേസിൽ വച്ചിരിക്കണം. കാറിൽ 2 സൂട്ട് കേസുകൾ കണ്ടതായി ഗ്യാസ് അറ്റൻഡർ പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം. ഇത് താങ്കളുടെ ഉദ്ദേശപ്രകാരം തന്നെ നടക്കുമെന്ന് വിശ്വാസമുണ്ടോ? മിസ്സസ് ലോറിംഗ് ചോദിച്ചു. അയാൾ അവളെ തന്നെ തിളങ്ങുന്ന കണ്ണുകളോടെ തുറച്ചു നോക്കി. തീർച്ചയായും അതുപോലെ തന്നെ പ്രവർത്തിക്കണം. ഇല്ലെങ്കിൽ അപകടമാണ്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ. അടുത്ത ദിവസം ദവേ ബാങ്കിൽ ജോലിയെടുത്തുകൊണ്ടിരിക്കെ കതകിൽ തട്ടുന്ന ശബ്ദം കേട്ട് അത് ആലീസായിരിക്കുമെന്ന് കരുതി അകത്തേക്ക് വരാൻ പറഞ്ഞു. ഞാൻ താങ്കളെ ബുദ്ധിമുട്ടിക്കുകയല്ലോ? അപ്പോഴായിരുന്നു അയാൾ മുഖമുയർത്തി നോക്കിയത്. അത് മിസ്സിസ് ലോറിങ്ങിന്റെ മകൾ ഐറിസ് ആയിരുന്നു. അയാൾ പെട്ടെന്ന് അമ്പരന്ന് ഒരു നിമിഷം അവളെ തന്നെ തുറച്ചു നോക്കി. പിന്നീട് തനതായ വശ്യമായ മന്ദഹാസം മുഖത്ത് വരുത്തിക്കൊണ്ട് അയാൾ എഴുന്നേറ്റു. ഇത് ഒരു അവിചാരിതമായ സന്ദർശനമാണല്ലോ. വരണം, ഇരിക്കണം. ഐറിസ് ഇരുന്നു. ദവേ അവളെ ജിജ്ഞാസയോടെ നോക്കുകയായിരുന്നു. ആ കണ്ണുകളിൽ ഏതോ ദുഃഖത്തിന്റെ നേർത്ത രേഖകൾ പടർന്നിരിക്കുന്നത് അയാൾ ശ്രദ്ധിച്ചു. താങ്കൾ എൻ്റെ അമ്മയെ വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞു. ഇന്ന് കാലത്താണ് അവര് അതെന്നോട് പറഞ്ഞത്. ദവേ കസേരയിൽ ചാരിയിരുന്നു കൊണ്ട് അവളെ നോക്കി ചിന്തിക്കുകയായിരുന്നു. മിസ്സിസ് ലോറിങ്ങിനെ ഭാര്യയായി സ്വീകരിക്കുന്നതിനേക്കാൾ എത്രയോ നന്നായിരുന്നു അവളുടെ മകളായ ഈ കുട്ടിയെ വിവാഹം കഴിക്കുന്നത്. വളരെ ചെറുപ്പം, യൗവനം മുറ്റി നിൽക്കുന്ന ശരീരം, എല്ലാം കൊണ്ടും ഇവൾ വളരെ മെച്ചം. അതെ, നീ അത് അംഗീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ അമ്മയ്ക്കത് സന്തോഷം നൽകുമെങ്കിൽ തീർച്ചയായും ഞാൻ അത് അംഗീകരിക്കും. അവൾ ശാന്തമായ മറുപടി നൽകി. ഞാൻ അവൾക്ക് സന്തോഷം പകരും. ദവേ തൻ്റെ സ്വതസിദ്ധമായ മന്ദഹാസത്തോടെ അവൾക്ക് ഉറപ്പു നൽകുന്ന രീതിയിൽ പറഞ്ഞു. ഒരന്വേഷണ മട്ടിൽ അവൾ അയാളെ നോക്കിയപ്പോൾ തൻ്റെ മന്ദഹാസം താൻ ഉദ്ദേശിച്ച രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നൊരു തോന്നൽ അയാൾക്കുണ്ടായി. ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് വല്ലാതെ വിഷമിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാനിടയായത്. അവർക്കെന്തോ വിഷമമുണ്ട്. അതെന്താണെന്ന് മാത്രം എന്നോട് പറയുന്നില്ല. താങ്കൾക്ക് അതേപ്പറ്റി എന്തെങ്കിലും അറിയാമോ? ഐറിസ് ചോദിച്ചു. ദവേ തൻ്റെ സിഗരറ്റ് പാക്കറ്റ് പുറത്തേക്കെടുത്ത് അവൾക്ക് നീട്ടി. അവളത് നിഷേധിച്ചു. പിന്നീട് അയാൾ സ്വയം അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കത്തിച്ചു. താൻ $300,000 ബാങ്കിൽ നിന്ന് മോഷണം നടത്താൻ പോവുകയാണെന്നും അതിൻ്റെ ആവശ്യത്തിലേക്ക് താൻ ആലീസിനെ വധിക്കാൻ പോവുകയാണെന്നും ഓർത്തുകൊണ്ടിരിക്കുന്നതാണ് അവളുടെ ദുഃഖത്തിന് കാരണമെന്ന് ഈ പെൺകുട്ടിയോട് പറഞ്ഞാൽ അവളുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് അയാൾ ഓർത്തു നോക്കി. സത്യം പറഞ്ഞാൽ അവൾ നിന്നെക്കുറിച്ചാണ് വിഷമിക്കുന്നതെന്ന് തോന്നുന്നു, ദവേ പറഞ്ഞു. ഐറിസ് അയാളെ തുറച്ചു നോക്കി. എന്നെക്കുറിച്ചോ? താങ്കൾക്ക് ഇങ്ങനെ തോന്നാൻ കാരണം? നിന്നെക്കുറിച്ച് ഈയിടെ ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി. നീ ട്രാവേഴ്സിനെ വിവാഹം കഴിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അയാൾ മന്ദഹസിച്ചു. നിന്നെക്കുറിച്ച് നിന്റെ അമ്മയ്ക്ക് വളരെയേറെ പ്രതീക്ഷകളുണ്ട്. നീ വലിയൊരു ധനികനെ വിവാഹം കഴിച്ച് സന്തുഷ്ടമായൊരു കുടുംബജീവിതം നയിക്കുന്നത് കാണാൻ അവരാഗ്രഹിക്കുന്നു. ഞാൻ ട്രാവേഴ്സിനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. 21 വയസ്സ് തികയാൻ ഞാൻ കാത്തിരിക്കുകയാണ്. നിന്നെ സംബന്ധിച്ചിടത്തോളം അത് നല്ലത് തന്നെ. അയാളുടെ ഭാര്യയാകാൻ നീ അർഹയാണ്. ഞാനത് അംഗീകരിക്കുന്നു. അവൾക്ക് ആശ്വാസമായതുപോലെ തോന്നി. ഇക്കാര്യം താങ്കൾ അമ്മയോട് പറഞ്ഞോ? ഉവ്വ്, ഞാൻ പറഞ്ഞിരുന്നു. കാരണം എനിക്കതിലെന്തെങ്കിലും തെറ്റുള്ളതായി തോന്നിയില്ല. എങ്കിലും ഇനിയൊരു തവണ കൂടി ഞാൻ അവളോട് അതേപ്പറ്റി സംസാരിക്കാം. നീ അതിൽ വിഷമിക്കേണ്ട.
ഞാൻ നിന്റെ അമ്മയെ വിവാഹം കഴിച്ച ശേഷം നിന്നെ ട്രാവേഴ്സിനെ ഏൽപ്പിച്ച് ഞങ്ങൾ ഫ്ലോറിഡയിൽ ഒരു ലോഡ്ജ് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. നിനക്കതിലെന്തെങ്കിലും എതിർപ്പുണ്ടോ? തീർച്ചയായുമില്ല. അവളുടെ മുഖത്ത് ഉത്കണ്ഠ തളം കെട്ടി നിന്നു. അമ്മയെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ താങ്കൾക്ക് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ദവേ മന്ദഹസിച്ചു. ആളുകളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നതിൽ എനിക്ക് പ്രത്യേകം കഴിവുണ്ട്. ഇതും എനിക്ക് കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ ഫ്ലോറിഡയിലേക്ക് പോകുന്ന കാര്യം എനിക്കറിയാമായിരുന്നില്ല. അതേക്കുറിച്ച് അമ്മ എന്നോടൊന്നും പറഞ്ഞിരുന്നില്ല. നിങ്ങൾ അങ്ങനെ പോയാൽ മിസ് പിയേഴ്സൻ്റെയും മേജർ ഹാഡിയുടെയും സ്ഥിതി എന്താകും? നിന്റെ അമ്മ ലോഡ്ജ് മറ്റാർക്കെങ്കിലും വിൽക്കും. പുതിയ ഉടമ അവരുടെ കാര്യം ഏറ്റെടുത്തെന്നിരിക്കും. അത് വിൽപ്പന നടത്തി കഴിഞ്ഞാലോ എന്നെ വിവാഹം കഴിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുന്നത്? അതെ, നീ അതേപ്പറ്റിയൊന്നും വിഷമിക്കണ്ട. അക്കാര്യം ഞാൻ ഏറ്റു. ഇപ്പോൾ അവൾ അയാളെ ബഹുമാനപൂർവ്വമായിരുന്നു വീക്ഷിച്ചിരുന്നത്. അത് അയാൾക്ക് സന്തോഷം പകർന്നു. താങ്കൾ ഞാൻ പറയുന്നത് കേൾക്കുമെന്നും അതിന് വേണ്ടത് ചെയ്യുമെന്നുമുള്ള വിശ്വാസം കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയത് എത്രയോ ഗുണമായെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ഇനിയൊരു കാര്യം കൂടിയുണ്ട്. അത് താങ്കളോട് പറയുന്നത് ശരിയാണോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. ദവേ സിഗരറ്റ് കുത്തിക്കെടുത്തി. അത് നിന്റെ ഇഷ്ടം. നിനക്ക് എന്നോട് പറയുന്നതിൽ തെറ്റില്ലെന്ന് തോന്നുന്നുവെങ്കിൽ പറയാം. താങ്കൾ എൻ്റെ അമ്മയെ യഥാർത്ഥമായും സ്നേഹിക്കുന്നുണ്ട് അല്ലേ? ദവേ തലയാട്ടി. ഇതൊക്കെ പഴയ ചോദ്യം. ഞാൻ അവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. പിന്നെ ഇങ്ങനെ ഒരു ചോദ്യത്തിന് എവിടെയാണ് സ്ഥാനമുള്ളത്? അവർ മുമ്പ് മദ്യപാനത്തിന് അടിമയായിരുന്നു. അത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഈ സ്ഥിതിയിൽ നന്നെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു നാളും ഇനി അവരെ അതിന് പ്രേരിപ്പിക്കരുത്. ഇനിയും ഒരു തവണ അവരത് കഴിക്കാനിടയായാൽ പിന്നെ ആ ശീലം ഒരിക്കലും മാറ്റാൻ കഴിയില്ലെന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഒരിക്കലും അവരെ അതിന് നിർബന്ധിക്കാതിരിക്കാൻ താങ്കൾ ശ്രദ്ധിക്കണം. താങ്കളുടെ സ്ഥിതി എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വല്ലപ്പോഴും അല്പം കുടിക്കുന്ന ശീലമുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ വിവാഹം കഴിഞ്ഞാൽ അത് പരിപൂർണമായി നിർത്തുന്നത് നന്നായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. ദവേ അവളെ തന്നെ തുറച്ചു നോക്കി. മുൻപ് മദ്യപാനത്തിന് വിധേയായ ഒരു സ്ത്രീയെ വിശ്വസിച്ചാണ് താൻ ഒരു കൊലപാതകം നടത്തി $300,000 മോഷണം നടത്താൻ ഒരുങ്ങുന്നത്. എന്തു സംഭവിക്കുമോ അയാൾ ഓർത്തു. അതൊരു തരം രോഗമാണ്. ദവയുടെ മുഖത്ത് ഭാവമാറ്റം കണ്ടപ്പോൾ അവൾ പറഞ്ഞു. അത് ഡയാബറിസ് എന്ന രോഗത്തിന് തുല്യമാണ്. അതുകൊണ്ട് അവർ ലഹരി പദാർത്ഥങ്ങൾ തൊടാതിരിക്കുന്നിടത്തോളം ഒരു കുഴപ്പവുമില്ല. ഇക്കാര്യം താങ്കളോട് പറയേണ്ടത് ആവശ്യമാണെന്ന് തോന്നിയതിനാൽ പറഞ്ഞെന്നേയുള്ളൂ. ദവയുടെ മുഖത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും മാറ്റം കാണാതിരുന്നപ്പോൾ ഐറിസ് പറഞ്ഞു. നല്ലത്. ഇക്കാര്യം നീ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന് നന്ദി. ഞാനത് ശ്രദ്ധിച്ചു കൊള്ളാം. ഞാനും അങ്ങനെ വളരെയൊന്നും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന കൂട്ടത്തിലല്ല. അതില്ലെങ്കിലും എനിക്ക് കഴിയാം. അയാൾ എഴുന്നേറ്റു. നീ അല്പം കാത്തിരിക്കൂ. ഞങ്ങൾ പിറ്റ്സ്വില്ല് വിട്ടുപോയ ശേഷം ആ ചെറുപ്പക്കാരനായ ഡെപ്യൂട്ടി ഷെരീഫിനെ നിനക്ക് വിവാഹം കഴിക്കാം. അവൾ പോയി കഴിഞ്ഞപ്പോൾ അയാൾ കസേരയിൽ തന്നെ ഇരുന്ന് ഒരു സിഗരറ്റ് കത്തിച്ചു. ഒരു മദ്യപാനി. വിശ്വസിക്കാൻ കൊള്ളാത്ത അപകടകാരിയായ ഒരുവളെയാണ് താൻ പാർട്ട്ണറായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദിവസങ്ങൾ നീങ്ങുന്തോറും അപകടത്തിന്റെ വക്കിലേക്കാണ് താൻ കാലെടുത്ത് വയ്ക്കുന്നതെന്ന് അയാൾക്ക് തോന്നി. അവൾ അയാളെ വകവയ്ക്കാതെയായി. തരം കിട്ടുമ്പോഴെല്ലാം അവൾ മദ്യപാനം ചെയ്തുകൊണ്ടിരുന്നു. കുടിക്കുക മാത്രമല്ല, അത് തൻ്റെ നാഡീബലത്തെ കുറയ്ക്കുകയുമാണ് ചെയ്യുന്നത്. നാൾക്കുനാൾ അവൾ ക്ഷയിച്ചുകൊണ്ട് വരുന്നതും അവളുടെ നിറത്തിന് തന്നെ മാറ്റം സംഭവിക്കുന്നതും അയാൾ കണ്ടു. അവൾ കൂടുതൽ മദ്യപാനം ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കിയ ദവേ അവളെ തനിച്ചു വിട്ടു. ദവേ മിസ്സിസ് ലോറിങ്ങിനെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ച വിവരം ഇതിനകം മിസ്സിസ് പിയേഴ്സണും മേജർ ഹാഡിയും മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. ഈയിടെയായി ആലീസിന്റെ തൊപ്പിയും കോട്ടും എടുത്തു മാറ്റി വെച്ചിരുന്നത് ദവയായിരുന്നു. ആലീസ് ഇപ്പോഴും അവളുടെ കാമുകനെ സന്ധിക്കാൻ പോകുന്നുണ്ടെന്ന് അവർക്ക് ഉറപ്പായി. കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ ടെലിവിഷൻ പ്രോഗ്രാം കാണാൻ മെനക്കെടാതെ ദവേ തൻ്റെ മുറിയിലേക്ക് ചെല്ലുകയായിരുന്നു പതിവ്. മിസ്സിസ് ലോറിങ്ങിനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അവളോടൊപ്പം മുകളിൽ അയാൾ സല്ലപിക്കുകയായിരിക്കും എന്നവർ വിശ്വസിച്ചു. 2 ദാമ്പത്യ ബന്ധങ്ങൾ മുകളിൽ രൂപം കൊള്ളുകയാണെന്ന് കരുതി മിസ് പിയേഴ്സണും മേജർ ഹാഡിയും സന്തോഷിക്കുകയായിരുന്നു. ബാങ്ക് കവർച്ച നടത്താൻ ഉദ്ദേശിച്ചതിൻ്റെ 4 രാത്രികൾക്ക് മുമ്പൊരു രാത്രി മിസ്സിസ് ലോറിങ് ദവയുടെ മുറിയിലേക്കുള്ള കതക് തുറന്നു വന്നു. അയാൾ അതിനകത്തിരുന്ന് ഏതോ മാസിക മറിച്ചു നോക്കുകയായിരുന്നു. അവൾ ഒരു മാനസിക രോഗിയായതിൻ്റെ സർവ്വ ലക്ഷണങ്ങളും ആ മുഖത്ത് തെളിഞ്ഞു കാണപ്പെട്ടിരുന്നു.
അവളുടെ മാറിടം ശ്വാസോച്ഛ്വാസഗതിക്ക് അനുസരിച്ച് ദ്രുതഗതിയിൽ ഉയരുകയും താഴുകയും ചെയ്തുകൊണ്ടിരുന്നു. ദവെ കാത്തിരുന്നു. ഞാനിതിനൊന്നും തയ്യാറല്ല. തയ്യാറാണെന്ന് ആദ്യം പറഞ്ഞ ഞാനൊരു വിഡ്ഢി തന്നെ. ഈ കാര്യം നമുക്ക് വേണ്ടെന്ന് വെക്കാം. ഞാനിതിന് തയ്യാറായല്ല. കേട്ടല്ലോ? ആ ശബ്ദം പതറിയിരുന്നു. ശരി തന്നെ, ധൃതി വെക്കാതെ, ദവെ പറഞ്ഞു. വെറുതെ അത് ചിന്തിച്ചുകൊണ്ടിങ്ങനെ കിടന്ന് ചാടാതെ. എന്താ കുഴപ്പം? പറ. അവൾ അയാളെ തുറിച്ചു നോക്കി. ആ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. കുഴപ്പമോ? ആ പെൺകുട്ടിയെ വധിക്കുന്ന കാര്യം വെറുതെ കുഴപ്പമെന്ന് മാത്രം പറഞ്ഞ് തള്ളിക്കളയാനാണോ ഭാവം? അവളെ വധിക്കാൻ ഞാൻ താങ്കളെ അനുവദിക്കുകയില്ല. കേട്ടല്ലോ? ഉവ്, ഞാൻ കേട്ടു. നീ അല്പം ശബ്ദം കുറച്ച് സംസാരിച്ചില്ലെങ്കിൽ ഇത് അവളും കേൾക്കും. താങ്കളൊരു പിശാചാണ്. വികാരമൊന്നെന്ന് താങ്കൾക്കില്ല തന്നെ. ഈ കാര്യം നിർവഹിക്കാൻ ഞാൻ താങ്കളെ അനുവദിക്കുകയില്ല. അത് തീർച്ചയാണ്. ഇങ്ങനെ കിടന്ന് വെപ്രാളപ്പെടാതെ അവിടെ ഇരിക്കൂ. നമുക്ക് ഇതേപ്പറ്റി സംസാരിച്ച് തീർക്കാം. നിനക്ക് പണത്തിന്റെ ആവശ്യം വളരെ ഉണ്ടെന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. അവളെ കൊന്നുകൊണ്ടാണ് അത് നേടാൻ പോകുന്നതെങ്കിൽ എനിക്ക് അതിനോട് താല്പര്യമില്ല. അതല്ലാതെ മറ്റു മാർഗമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദവെ തന്റെ കാൽ മറ്റേ കാലിന്മേൽ കയറ്റി വെച്ചു. നിന്നോട് നേരത്തെ പറഞ്ഞതുപോലെ നീ ഇതിലൊന്നും ചെയ്യണ്ട. എല്ലാം ഞാൻ തന്നെ നിർവഹിച്ചോളാം. അരുത്, അവളെ ഉപദ്രവിക്കാതെ വിട്ടേക്കൂ. അവളുടെ അവശേഷിച്ച ജീവിതം അത് അവൾക്ക് ആസ്വദിക്കാനുള്ളതാണ്. അവളെ തൊടാൻ പോലും ഞാൻ താങ്കളെ അനുവദിക്കുകയില്ല. ദവെ പുക വലിച്ചെടുത്ത് ശക്തിയായി പുറത്തുവിട്ടു. നിന്റെ സഹായമില്ലാതെ അക്കാര്യം അസാധ്യമാണ്. ഓർത്തു നോക്കൂ, $300,000, ഒരു ഭീമമായ തുക നിന്റെ കൈകളിൽ വന്നു ചേരുമ്പോൾ അത് എത്രമാത്രം ആനന്ദപ്രദമാണ്. ഈ പണത്തിനു മുമ്പിൽ ആ പെൺകുട്ടിക്ക് എന്താണ് വിലയുള്ളത്? എന്നോടിതൊന്നും പറയണ്ട. അപസ്മാരം പിടിപെട്ടവളെ പോലെ മിസ്സിസ് ലോറിങ് പറഞ്ഞു. ഇതിന് ഞാൻ കൂട്ടുനിൽക്കുകയില്ല. എനിക്ക് അതോർത്ത് ഉറക്കം വരുന്നില്ല. ഓരോ രാത്രിയും അവൾ ശോഭനമായൊരു ഭാവി സ്വപ്നം കണ്ടുകൊണ്ട് വായിച്ചുകൊണ്ടിരിക്കുക. അതേസമയം അവളെ വധിക്കാൻ താങ്കൾ ഇവിടെ പദ്ധതി ഒരുക്കുക. അത്തരം ഒരു രംഗത്തിന് കളമൊരുക്കാൻ ഞാൻ അനുവദിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇതിനേക്കാൾ നല്ലത് ഞാൻ ദരിദ്രയായി തന്നെ ജീവിക്കുകയാണ്. ദവേ മേശപ്പുറത്തെ വിസ്കി കുപ്പി ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അതിൽ നിന്ന് അല്പം എടുത്ത് കഴിച്ചോളൂ. നിനക്ക് ഇപ്പോഴതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം. മിസ്സിസ് ലോറിങ് കുപ്പിയിലേക്ക് നോക്കി. ഒന്നും മടിച്ചു നിന്നെങ്കിലും പിന്നീട് അതിൻ്റെ അടപ്പ് തുറന്ന് കുറേയേറെ ഗ്ലാസ്സിലേക്ക് പകർന്നു. 2 തവണകളായി മുഴുവനും കുടിച്ചു തീർത്തു. ഒഴിഞ്ഞ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചു. നിന്റെ സഹായം കൂടാതെ എനിക്കൊന്നും ചെയ്യാനാവില്ല, ദവേ പറഞ്ഞു. ഇതിലിറങ്ങി പ്രവർത്തിക്കാൻ നീ തയ്യാറില്ലാത്ത പക്ഷം നമുക്കിത് മറന്നു കളയാം. നീ ലോഡ്ജിങ് നടത്തി ജീവിച്ചോളൂ. ഞാൻ ബാങ്ക് മാനേജറായും ജീവിച്ചോളാം. ആ പെൺകുട്ടിയെ കൊന്ന് ഒരു സമ്പന്ന ജീവിതം നയിക്കുന്നതിനേക്കാൾ എത്രയോ ഉത്തമമാണത്. താങ്കൾ ഈ ലോഡ്ജ് വിട്ടു പോകണം. താങ്കളൊരു രാക്ഷസനാണ്. ദയാദാക്ഷിണ്യമില്ലാത്ത ഇത്തരം ഒരാളെ ഇനിയും ഇവിടെ താമസിപ്പിക്കാൻ എനിക്ക് വിഷമമാണ്. നാം വിവാഹിതരാകാൻ തീരുമാനിച്ചവരായിരുന്നു, ഓർമ്മയുണ്ടോ? മന്ദഹാസത്തോടെ ദവേ ചോദിച്ചു. താങ്കളെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറല്ല. താങ്കൾ ഇവിടെ നിന്ന് പോകണം. ഈ ലോഡ്ജിൽ ഇനിയും താങ്കൾ താമസിച്ചു പോകരുത്. ഒരു നിമിഷം എന്തോ ഓർത്ത ശേഷം അയാൾ പറഞ്ഞു. ഓൾ റൈറ്റ്, എങ്കിൽ ഈ വാരാന്ത്യത്തിൽ തന്നെ ഞാനിവിടെ വിട്ടുപോയിക്കൊള്ളാം. എന്നാൽ നാം തമ്മിൽ നടത്താൻ ഉദ്ദേശിച്ചിരുന്ന വിവാഹത്തിന്റെ കാര്യത്തെപ്പറ്റി നീ മിസ് പിയോസിനോടും മേജർ ഹാർഡിയോടും നിന്റെ മകളോടും പറഞ്ഞിരിക്കുകയാണെന്ന് ഓർക്കണം. അവരോട് നീ എന്തു പറയും? നീ മദ്യപാനിയാണെന്നും ഞാൻ നിന്നെ വിട്ടുപോയിരിക്കുകയാണെന്നുമോ? അവളത് കേട്ടൊന്ന് വിളറി. വിസ്കി ഗ്ലാസ് മേശപ്പുറത്ത് വെച്ച് അതിൽ തന്നെ അവൾ നോക്കിയിരുന്നു. അവരെ അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അത് യാഥാർത്ഥ്യമായിരുന്നില്ലല്ലോ. തീർച്ചയായും ആണ്. നീ കുടിച്ച വിസ്കിയുടെ ലഹരി നിന്റെ തലയ്ക്ക് കയറിയിരിക്കുകയാണ്. ഇതറിഞ്ഞാൽ ആലീസിന്റെ മുഖം കാണാൻ വളരെ രസമായിരിക്കും. നിന്നെ ആരാധിക്കുന്നവളാണവൾ. നിയന്ത്രിക്കാനാവാത്ത വിധം മദ്യപാനത്തിന് നീ അടിമയായി കഴിഞ്ഞിരിക്കുകയാണെന്ന് അറിഞ്ഞാൽ മേജർ ഹാർഡിയും മിസ് പിയേഴ്സണും എന്തു വിചാരിക്കും? ഇതിലെല്ലാം ഉപരി ഐറിസ് ഇതറിഞ്ഞാലുണ്ടാകുന്ന പ്രതികരണമായിരിക്കും ഏറെ രസം. അയാൾ മുമ്പോട്ട് കുനിഞ്ഞ് കൈ കതകിനരികിലേക്ക് ചൂണ്ടിക്കർജിച്ചു. പോ അവിടുന്ന്, നിന്നെ കാണുമ്പോൾ ഉറപ്പ് തോന്നുന്നു. മിസ്സിസ് ലോറിങ് അവളുടെ മുറിയിലേക്ക് ചെന്ന് കതകടച്ചു പൂട്ടി. കതക് പൂട്ടിയതറിഞ്ഞ ദവേ രോഷാകുലനായി. രോഷം അയാളെ ചിന്താക്കുഴപ്പത്തിലാക്കി. മുഷ്ടി ചുരുട്ടി മെത്തയിൽ ഓങ്ങി ഓങ്ങി ഇടിച്ചു.
എന്നിട്ടും കോപം സഹിക്കാനാവാതെ തറയിൽ വിരിച്ചിട്ടിരുന്ന പരവതാനിയിലേക്ക് കാർക്കിച്ചു തുപ്പി. അതിനുശേഷം അയാൾ മെത്തയിൽ നിന്ന് എഴുന്നേറ്റു. ഏതാണ്ട് 1 മണിക്കൂറിനകം ഇരച്ചു വന്ന അയാളുടെ കോപം ശമിച്ചു. മനസ്സ് പഴയതുപോലെയായി. കെണിയിലകപ്പെട്ട മൃഗം പോലെ അയാൾ നിന്ന് പരിങ്ങി. ആ ദുർഗമമായ സ്ഥിതിവിശേഷത്തിൽ നിന്നും പുറത്തു കടക്കാൻ അയാൾ പല വഴികളും ആലോചിച്ചു. അപ്പോൾ അതിന് കിട്ടിയ മാർഗം മിസ്സിസ് ലോറിങ്ങിനെ വധിക്കുകയായിരുന്നു. എന്നാൽ അവളെ വധിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ലെന്നും സേഫിലെ പണത്തിൽ കൈവയ്ക്കണമെങ്കിൽ അവളുടെ സഹായം അനിവാര്യമാണെന്നും അയാൾ മനസ്സിലാക്കി. അയാൾ ഒരുക്കിയ പദ്ധതി വിജയിക്കണമെങ്കിൽ അവളുടെ സാന്നിധ്യം വളരെ പ്രധാനമാണ്. മിസ്സിസ് ലോറിങ്ങിനെ വധിക്കാനുള്ള രോഷം കൊണ്ട് നിൽക്കപ്പുറതിയില്ലാതായ ആ ഘട്ടത്തിൽ അയാൾ ഡ്രസ്സ് മാറി മെത്തയിൽ കിടന്നുകൊണ്ട് ലൈറ്റ് അണച്ചു. ഇരുട്ടിൽ നോക്കി അയാൾ പല്ലുകൾ കടിച്ചു ഞെരിച്ചു. അവസാനം ഏതാണ്ട് 1 മണിയായപ്പോൾ അയാൾ ഗാഠനിദ്രയിലേക്ക് വഴുതി വീണു. ആ നിലയിൽ എത്ര നേരം ഉറങ്ങിയെന്ന് അറിയില്ല. പെട്ടെന്ന് അയാൾ ഞെട്ടിയുണർന്ന് അയാളുടെ ഹൃദയം പടപടാ ഇടിക്കുകയായിരുന്നു. ഈ രീതിയിലൊരു ഉറക്കമുണരൽ അയാൾക്ക് പുത്തിരിയായിരുന്നു. യുദ്ധകാലത്ത് ശത്രുക്കളെ ഭയന്ന് കാടിനകത്തെ ഏതെങ്കിലും മാളത്തിനകത്ത് പതുങ്ങിയിരിക്കുമ്പോൾ ഏതെങ്കിലും വന്യമൃഗങ്ങൾ ആക്രമിക്കാൻ പതുങ്ങിയെത്തിയാൽ മണത്തറിയാൻ ഒരു വിശേഷ ശക്തി കൊണ്ട് അയാൾക്ക് കഴിഞ്ഞിരുന്നു. അതേപോലെ അന്നും അയാൾ ഉറക്കമുണർന്ന് അത്തരം ഏതോ ഒരു അപകടത്തിന്റെ സാധ്യതയിലായിരുന്നു. ചന്ദ്രികയുടെ നേർത്ത പ്രകാശം ഒരു മൂടൽമഞ്ഞെന്ന വണ്ണം മുറിക്കകത്ത് ജനാലയുടെ കർട്ടനിൽ കൂടി പരന്നു കിടന്നിരുന്നു. ആ നേർത്ത പ്രകാശത്തിൽ ഒരു കസേരയുടെയും അതിനടുത്തുള്ള വാർഡ്രോബിന്റെയും ഓരോ രേഖകൾ മാത്രം അയാൾക്ക് കിടന്നിടത്തു നിന്നും കാണാം. ഈ രീതിയിൽ അയാൾ ഉണരാൻ എന്തേ കാരണം? വേഗം ലൈറ്റ് ഇടാനായി ഭാവിക്കെ അയാൾ ഒരു ശബ്ദം കേട്ട് ഞെട്ടിത്തെറിച്ചു. ആരോ മുറിക്കകത്ത് കയറിയിരുന്നു. കാതോർത്ത് ശ്രദ്ധിച്ചപ്പോൾ ആരോ ഇടവിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന ശബ്ദമായിരുന്നു അയാൾക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ഇളകാതെ ഇരുട്ടിലേക്ക് നോക്കിക്കൊണ്ട് അയാൾ അതേ പ്രകാരം കിടന്നു. പെട്ടെന്ന് നിഴൽ പോലൊരു രൂപം നിൽക്കുന്നത് കണ്ടു. പ്രക്ഷുബ്ധതയേറിയ നിമിഷങ്ങൾ. എന്നിട്ടും അയാൾ ഇളകിയില്ല. ആ നിഴൽ രൂപത്തിലേക്ക് തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് കിടക്കെ ക്രമേണ ആ രൂപം വ്യക്തമായി തുടങ്ങി. മിസ്സസ് ലോറിങ്. അവൾ നൈറ്റ് ഡ്രസ്സിൽ അവിടെ വന്ന് അയാൾ കിടക്കുന്നിടത്ത് തന്നെ നോക്കി ഇളകാതെ നിൽക്കുകയായിരുന്നു. ദവേ. അയാൾ പതുക്കെ ശിരസുയർത്തി. ദവേ, ദയവായി. അവൾ സാവധാനം നടന്നു വന്ന് അയാൾക്ക് സമീപം മെത്തയിലിരുന്നു. ഇളകാത്ത വണ്ണം കിടന്നുകൊണ്ട് അവളുടെ കൈകളിലേക്ക് അയാൾ നോക്കി. ഏതെങ്കിലും ആയുധമായിട്ടാണോ അവൾ വന്നിരിക്കുന്നത് എന്നറിയുകയായിരുന്നു അയാളുടെ ഉദ്ദേശം. ദവേ, എന്താണ് കാര്യം? അവൾ നടുക്കം കൊള്ളുകയാണെന്ന് അയാൾക്കറിയാൻ കഴിഞ്ഞു. അവൾ നിശ്വസിച്ചിരുന്ന വായുവിന് വിസ്കിയുടെ ഗന്ധമുണ്ടായിരുന്നു. താങ്കളുടെ നിർദ്ദേശാനുസരണം വഴിപ്പെടാൻ തന്നെ ഞാൻ തീർച്ചയാക്കി, അവൾ പറഞ്ഞു. താങ്കൾ പറഞ്ഞത് യഥാർത്ഥമാണ്. അവശേഷിച്ച എൻ്റെ ജീവിതം ഇവിടെ കഴിച്ചുകൂട്ടാൻ ഞാൻ അശക്തയാണ്. എനിക്ക് പണം വേണം. അതിന് താങ്കൾ കാട്ടിയ മാർഗത്തിൽ കൂടി ചലിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ ദയവായി എന്നോട് കരുണ കാണിക്കൂ, ദയവായി. അയാൾ പുതപ്പ് വലിച്ചു നീക്കി തൻ്റെ 2 കൈകൾ കൊണ്ടും അവളെ വാരി പുണർന്നു. വിസ്കിയുടെ ഗന്ധം കലർന്ന വായു അയാളുടെ മുഖത്തേറ്റു. മൂക്കറ്റം മദ്യപിച്ചിരുന്ന അവൾ വിങ്ങി കരയുകയായിരുന്നു. ഞാൻ പ്രവർത്തിക്കാൻ തയ്യാറാണ്. താങ്കൾ പറയുന്നത് ഏതും അനുസരിക്കാൻ തയ്യാറാണെന്ന് അറിയിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അവരാരോടും ഇക്കാര്യം പറയില്ലെന്ന് എനിക്ക് വാക്കു തരൂ. താങ്കളോടുള്ള ഹീനമായ പെരുമാറ്റത്തിൽ ഞാൻ സ്വയം ലജ്ജിക്കുകയാണ്. അവളോടുണ്ടായിരുന്ന രോഷവും ശത്രുതയും അയാളിൽ നിന്നും മാഞ്ഞുപോയി. ആ കൈകൾ ആശ്വാസമട്ടിൽ അവളെ തലോടിക്കൊണ്ടിരുന്നു. ശമ്പളത്തുകയായ $300 ബാഗിലെ സേഫിൽ നിക്ഷേപിച്ച ശേഷം അതുമായി വന്ന ട്രക്ക് പുറപ്പെട്ടു പോയി. അത് കണ്ണിൽ നിന്നും മറഞ്ഞ ശേഷം ഷെരീഫ് ദേവയുടെ നേരെ തിരിഞ്ഞു. ഇന്ന് രാത്രി നിങ്ങൾ കുറേയേറെ സമയം ഇവിടെ ഉണ്ടായിരിക്കുമല്ലോ, അല്ലേ? 7 മണി വരെ കാണും, ദവെ പറഞ്ഞു. ആരെങ്കിലും വന്ന് കതകിൽ തട്ടുകയാണെങ്കിൽ ഉടനെ ചെന്ന് തുറക്കാതെ താങ്കളുടെ ഓഫീസിലെ അലാറം ബട്ടണിൽ അമർത്തുക. അപ്പോൾ ഞാൻ വരും. അഥവാ ഞാൻ വന്നില്ലെങ്കിൽ ട്രാവൽസിനെ അയക്കാം. ശരി, എങ്കിൽ ഞാൻ പോകാം. ഷെരീഫ് ആലീസിന്റെ നേരെ തിരിഞ്ഞു. ഗുഡ് നൈറ്റ് മിസ് ആലീസ്. ഗുഡ് നൈറ്റ് മിസ്റ്റർ ദേവെ. തൻ്റെ ഹാറ്റ് പൊന്തിച്ചുകൊണ്ട് ഷെരീഫിനോട് വിട ചോദിച്ചു. ട്രാവൽസിനോടൊപ്പം ഷെരീഫ് പോയി കഴിഞ്ഞപ്പോൾ ദവെ ബാങ്കിലേക്ക് പ്രവേശിക്കാനുള്ള കഥ കടച്ച് പൂട്ടിയിട്ടു. തൻ്റെ കൈകൾ വിയർക്കുന്നത് അയാൾക്ക് അനുഭവപ്പെട്ടു. പേശികൾക്ക് മുറുക്കം ഏർപ്പെടുന്നതായി തോന്നി.
കഴിഞ്ഞ 3 രാത്രിയിലെ ഉറക്കമിളപ്പ് കാരണം ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെട്ടു. ശരി, നമുക്ക് ആരംഭിച്ചു തുടങ്ങാം. വേഗം തുടങ്ങിയാൽ വേഗത്തിൽ തന്നെ നമുക്ക് ജോലി അവസാനിപ്പിക്കാം. യെസ് മിസ്റ്റർ ദവേ. അവൾ തൻ്റെ സ്ഥാനത്ത് ചെന്നിരിക്കുന്നതും മേശപ്പുറത്തെ വിളക്കിൽ നിന്നുണ്ടായ വെളിച്ചം അവളുടെ മുഖത്തേക്ക് അടിക്കുന്നതും അയാൾ നോക്കി നിന്നു. ഇനിയും അടുത്ത അരമണിക്കൂറിനകം അവൾ മരിച്ചു കഴിയും. ആ മരണത്തിന് ഉത്തരവാദി താനായിരിക്കും, ദവേ മനസ്സിൽ പറഞ്ഞു. നെറ്റിയിൽ പൊടിഞ്ഞുയർന്ന വിയർപ്പ് തൂവാല ഉപയോഗിച്ച് അയാൾ തുടച്ചു. അതിനുശേഷം അയാൾ തൻ്റെ ഓഫീസിലേക്ക് ചെന്ന് കതകടച്ചു. തൻ്റെ സീറ്റിൽ പോയിരുന്ന ശേഷം അയാൾ വിറവുകൊണ്ട കൈകൾ കൊണ്ട് ഒരു സിഗരറ്റിന് തീ കൊളുത്തി. കഴിഞ്ഞ 3 ദിവസങ്ങളായി അയാൾ മിസ്സിസ് ലോറിങ്ങിനെ ശ്രദ്ധിച്ചു വരുന്നു. ഓരോ ദിവസവും അവൾ മൂക്കറ്റം മദ്യപിച്ചു കിടക്കുന്ന രീതിയിലാണ് അയാൾക്ക് കാണാൻ കഴിഞ്ഞത്. സദാ വിമിഷ്ടപ്പെട്ട നിലയിൽ കഴിയുന്ന അവളെ തൽക്കാലം അവളുടെ പാട്ടിന് വിടുകയാണ് ഉത്തമമെന്നും തൻ്റെ പദ്ധതിക്ക് അവളെ ഉപയോഗപ്പെടുത്താൻ അത് ഉപകരിക്കുമെന്നും അയാൾ മനസ്സിലാക്കിയതായിരുന്നു അതിന് കാരണം. പുക വലിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ നിശബ്ദനായി അയാൾ സ്വയം പറയുകയായിരുന്നു, ഈ സ്ത്രീ അപകടകാരിയാണ്. എങ്കിലും അവളെ എനിക്ക് ഉപയോഗപ്പെടുത്തേണ്ടിയിരിക്കുന്നു. പണം കയ്യിൽ കിട്ടിയാൽ കഴിഞ്ഞാൽ അവളെ എന്തു ചെയ്യണം? ഇവിടെ നിന്ന് വിട്ടുപോകുന്നതിനും ബാങ്ക് ജോലി രാജിവെക്കുന്നതിനും മതിയായ ഒരു കാരണം കാണണം. അതിനാണ് മിസ്സസ് ലോറിങ്ങിനെ എനിക്ക് ഉപയോഗപ്പെടുത്തേണ്ടത്. ലോഡ്ജ് വിറ്റ് കിട്ടുന്ന കാശില്ലെങ്കിൽ പിന്നെ ജോലി രാജിവെച്ചാൽ ഞാൻ ജീവിക്കുന്നത് എങ്ങനെയെന്നതിനെ പറ്റി ഫെഡറൽ ഏജന്റുമാർക്ക് സംശയം ജനിക്കാനിടയാകും. ഒരു നിമിഷം ഞാനൊന്ന് ആലോചിക്കട്ടെ. അവളെ വാസ്തവത്തിൽ എനിക്ക് ആവശ്യമുണ്ടോ? ആരെങ്കിലും ഒരു നല്ല ജോലി എനിക്ക് തരാൻ തയ്യാറാവുകയാണെങ്കിൽ ആ കാരണം വെച്ചുകൊണ്ട് എനിക്കെൻ്റെ ജോലി രാജിവെക്കാമായിരുന്നു. അതൊരു ന്യായമായ കാരണമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ജോലി തരാൻ തയ്യാറുള്ള ഒരാളെ എനിക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ആർ തയ്യാറാകും? ചില നിമിഷങ്ങളോളം പലതും ഓർത്തുകൊണ്ട് അയാളിരുന്നു. അപ്പോഴാണ് അയാൾക്ക് ഗോഡ്വിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അയാൾ മുഖാന്തിരം നല്ലൊരു തുക നേടാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഫെഡറൽ ഏജന്റുമാർ വിശ്വസിക്കും. പക്ഷേ ഗോഡ്വിന് സംശയം നേരിട്ടേക്കാം. അത് സാരമില്ല. കുറച്ച് ദിവസം ആ രീതിയിൽ കഴിഞ്ഞാൽ ഫെഡറൽ ഏജന്റുമാർക്ക് തന്നോടുള്ള പ്രതിപത്തി കുറയും. അതോടെ ഗോഡ്വിനെ വിട്ട് ഒളിവിൽ കഴിയാം. ഈ രീതിയിലാണെങ്കിൽ ആലീസായി മിസ്സസ് ലോറിങ് അഭിനയിച്ചു കഴിഞ്ഞ ശേഷം അവളെ വേണ്ടെന്ന് വെക്കാം. അവളെ ഉപേക്ഷിക്കാൻ 2 കൊലപാതകങ്ങൾക്ക് ഉത്തരവാദിയാകണം. ആ 2 കൊലപാതകങ്ങളും തന്നെ ആരും തെറ്റിദ്ധരിക്കാത്ത വിധത്തിലായിരിക്കുകയും വേണം. അതിന് പ്രയാസമില്ല. അതല്ലെങ്കിൽ മിസ്സസ് ലോറിങ്ങിനെ തന്നെ വധിക്കുകയാണ് നല്ലത്. എങ്കിൽ പിന്നെ അവളുടെ ശല്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കും. നിത്യേന രാത്രി അവൾക്ക് കുളിക്കുന്ന പതിവുണ്ട്. ആ സമയം കുളിമുറിയിൽ കടന്ന് അവളുടെ ശിരസിൽ ഓങ്ങിയടിച്ച് മതിക്കുക. അവൾ കുളിക്കുമ്പോൾ താൻ ഗ്യാരേജിൽ കാർ റിപ്പയർ ചെയ്യുകയായിരിക്കും. അവിടെ നിന്ന് പതുക്കെ ആരും കാണാതെ കുളിമുറിയിലേക്ക് ചെന്ന് കാര്യം നിർവഹിച്ച് തിരിച്ച് ഗ്യാരേജിലേക്ക് തന്നെ വരിക. അവളുടെ മൃതദേഹം ആദ്യം കാണുന്നത് വേലക്കാരിയായിരിക്കും. രാത്രി മൂക്കറ്റം മദ്യപിച്ചതിനാൽ കുളിമുറിയിൽ കയറിയ മിസ്സിസ് ലോറിങ് വഴുതി വീണ് പൈപ്പിൽ തലയിടിച്ച് മരിച്ചതാകാമെന്ന് അവൾ കരുതിക്കൊള്ളും. അവളുടെ തടസ്സം മാറിക്കിട്ടിയ പിന്നെ പണവും സ്വാതന്ത്ര്യവും തനിക്ക് സ്വന്തമായി മാറും. അയാൾ സിഗരറ്റ് കുത്തിക്കിടത്തി. താൻ കൂടുതൽ ചിന്തിച്ചു പോകുന്നുവെന്ന് അയാൾ സ്വയം പഴിച്ചു. ആദ്യം സേഫിനകത്തുള്ള പണം സ്വന്തമാക്കണം. അയാൾ വാച്ചിൽ നോക്കി. സമയം 6 കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് വൈകാതെ അയാൾ റിസീവർ കയ്യിലെടുത്ത് ലോഡ്ജിന്റെ നമ്പർ ഡയൽ ചെയ്ത് റിസീവർ കാതോട് ചേർത്ത് പിടിച്ചു. മറുഭാഗത്ത് മണിയടിക്കുന്നു എന്നതിനുള്ള ബർ 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 എന്ന ശബ്ദം അയാൾക്ക് കേൾക്കാനൊത്തു. 1-2 മിനിറ്റുകൾക്ക് ശേഷം മറുഭാഗത്ത് നിന്ന് മിസ്സിസ് ലോറിങ്ങിന്റെ സ്വരം കേട്ടു. ആരാണ് സംസാരിക്കുന്നത്? നാവ് കഴിഞ്ഞ മട്ടിലുള്ള അവളുടെ ചോദ്യം കേട്ടപ്പോൾ അവൾ നല്ലവണ്ണം മദ്യപിച്ചിരിക്കുകയാണെന്ന് അയാൾക്ക് മനസ്സിലായി. കോപം കൊണ്ട് അയാളുടെ കണ്ണുകൾ ചുവന്നു. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ആലിസ് കേൾക്കാതിരിക്കത്തക്ക വിധം ചെറിയ ശബ്ദത്തിൽ അയാൾ ചോദിച്ചു. എന്ത്? താങ്കൾ എന്താണ് ചോദിച്ചത്? ആരാണ് സംസാരിക്കുന്നത്? റിസീവറിലുള്ള അയാളുടെ പിടുത്തം മുറുക്കി. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നാണ് ചോദിച്ചത്. അല്പം സ്വരം ഉയർത്തിക്കൊണ്ട് അയാൾ ചോദിച്ചു. കുഴപ്പമോ? ഒരു കുഴപ്പവുമില്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് എന്ത് കുഴപ്പമാണ് ഉണ്ടാകേണ്ടത്? വളരെ ഉറക്കെയായിരുന്നു അവൾ സംസാരിച്ചത്. നീ നിന്റെ ശബ്ദം കുറയ്ക്കൂ, അയാൾ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. അടുത്ത 1 മണിക്കൂറിനകം നിന്നെ ഞാനിവിടെ പ്രതീക്ഷിക്കുകയാണ്. കൃത്യം 6:30 നീ അവിടെ നിന്ന് പുറപ്പെടണം. മനസ്സിലായോ? ഞാൻ ആരാണെന്നാണ് താങ്കൾ കരുതിയത്? ഒരു വിഡ്ഢിയാണെന്നോ?
ഇതുതന്നെ പലതവണ താങ്കൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞു. എനിക്കത് കേട്ട് മടുത്തു. ഞാൻ വരാം. വരുമ്പോ മദ്യപിക്കാതെ ആയിരിക്കണം വരുന്നത്, മറക്കരുത്. എന്നെ താങ്കൾക്ക് കിട്ടിയത് ഭാഗ്യമാണെന്ന് കരുതിക്കോളൂ എന്ന് പറഞ്ഞ് അവൾ റിസീവർ താഴെ വെച്ചു. റിസീവർ താഴെ വെച്ച ശേഷം അയാൾ ശൂന്യതയിലേക്ക് നോക്കിയിരുന്നു. ചില നിമിഷങ്ങളോളം അതേ നിലയിലിരുന്ന ശേഷം അയാൾ തൻ്റെ മേശവലിപ്പ് തുറന്ന് മണ്ണ് നിറച്ച കൊഴു പുറത്തേക്കെടുത്ത് തൻ്റെ പോക്കറ്റിൽ വെച്ചു. അയാളുടെ മുഖത്ത് യാതൊരുവിധ മാറ്റവും ഉണ്ടായിരുന്നില്ല. അയാൾ വാച്ചിൽ നോക്കി. ആലീസിനെ വധിക്കാൻ ഇനിയും 40 നിമിഷങ്ങളുണ്ട്. അയാൾ കണക്കാക്കി. മാസാന്ത്യ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്നതിൽ അയാൾ ഏർപ്പെട്ടു. അവ തയ്യാറാക്കിക്കൊണ്ടിരിക്കെ താൻ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് കണ്ട് പല്ല് കടിച്ചു. പെറുപെറുത്തു കണ്ട് അതേവരെ എഴുതിയവയെല്ലാം കീറി തറയിലെ ചവറ്റുകൊട്ടയിലിട്ടു. കസേര പിന്നോക്കം മാറ്റി എഴുന്നേറ്റ് ശബ്ദമുണ്ടാക്കാതെ കതകിനരികിലേക്ക് ചെന്നു. കതക് തുറന്ന് ആലിസ് ഇരിക്കുന്നിടത്തേക്ക് നോക്കി. അവൾ തൻ്റെ ജോലിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അയാൾ അവളെ തന്നെ നോക്കി. അടുത്ത അരമണിക്കൂറിനകം അവൾ കൊല്ലപ്പെടും, അതും തൻ്റെ കൈകൊണ്ട്. അയാൾ ഓർത്തു, അല്പം വിസ്കി കുടിച്ചിരുന്നെങ്കിൽ പതറിയേക്കാവുന്ന മനസ്സിനെ നിയന്ത്രിക്കാമായിരുന്നു. മിസ്സസ് ലോറിങ് ചെയ്യുന്നതും അതല്ലേ? പെട്ടെന്നായിരുന്നു ആലീസ് മുഖമുയർത്തി മിസ്റ്റർ ദവയെ നോക്കിയത്. അയാൾ തൻ്റെ വശ്യസുന്ദരമായ മന്ദഹാസത്തോടെ അവളെ നോക്കി. പക്ഷേ ഇത്തവണ അത് ക്ഷണികമായിരുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ? അയാൾ ചോദിച്ചു. അവൾ ശിരസിളക്കി. അവളുടെ ആ നോട്ടത്തിൽ അല്പം പരിഭ്രമം കലർന്നിരിക്കുന്നതായി അയാൾക്ക് തോന്നി. ഒരു കുഴപ്പമില്ല മിസ്റ്റർ ദേവേ. നല്ലത്, ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്ന് പറഞ്ഞ് അയാൾ തൻ്റെ സ്ഥാനത്തേക്ക് വന്ന് ഇത് കർത്തവ്യതാമോടനായി ചില നിമിഷങ്ങളോളം ഇരുന്നു. മിസ്സസ് ലോറിങ് വരുമോ ആവും. വന്നില്ലെങ്കിൽ താൻ അകപ്പെട്ടത് തന്നെ, അയാൾ ഓർത്തു. വരാൻ സമയം അവൾ മൂക്കറ്റം മദ്യപിച്ച് മെത്തയിൽ കിടക്കുകയാണെങ്കിൽ അവൾ ഉറങ്ങിപ്പോകും. മേശപ്പുറത്തെ ഫോണിലേക്ക് അയാൾ നോക്കി പല്ല് കടിച്ചു. ഇനിയും സമയമുണ്ട്. 6:30 ഫോൺ ചെയ്ത് അവൾ പുറപ്പെട്ടു വന്ന് പരിശോധിക്കാം. സമനില പാലിച്ചുകൊണ്ട് അയാളിരുന്നു. ഇപ്പോൾ മനസ്സ് സേഫിനകത്ത് കിടന്ന പണത്തിലേക്ക് തിരിഞ്ഞു. മിസ്സസ് ലോറിങ് ഇല്ലാതെ ആ പണം സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ ആ ചിന്തയിൽ അയാൾ മതിമറന്നിരുന്നു. അയാൾ ജോലിയിൽ മുഴുകി. ക്ലോക്കിൽ സമയം 6:30 കാണിച്ചപ്പോൾ അയാൾ അതേവരെ എഴുതിക്കൊണ്ടിരുന്ന കടലാസിൽ നോക്കി. വിയർപ്പ് കൊണ്ട് അതെല്ലാം തേഞ്ഞു മാഞ്ഞു പോയിരുന്നു. അതിനാൽ ദേഷ്യത്തോടെ ആ കടലാസുകളെല്ലാം ചേർത്ത് മടക്കി കീറി തറയിൽ വെച്ചിരുന്ന ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞു. ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ച ശേഷം ടെലിഫോൺ റിസീവർ കയ്യിലെടുത്ത് അയാൾ ലോഡ്ജിന്റെ നമ്പർ ഡയൽ ചെയ്തു. മറുഭാഗം അറ്റൻഡ് ചെയ്തത് വേലക്കാരിയായിരുന്നു. ഞാൻ ദവയാണ് സംസാരിക്കുന്നത്. മിസ്സസ് ലോറിങ് അവിടെയുണ്ടോ? ഇല്ല സർ, അവരല്പം മുമ്പ് ഇവിടെ നിന്ന് പുറത്തേക്ക് പോയി. നന്ദി. വിശേഷിച്ചൊന്നുമില്ല. ഞാനും ആലീസും 8 മണി കഴിഞ്ഞ് അങ്ങോട്ട് മടങ്ങും. അയാൾ റിസീവർ താഴെ വെച്ചു. അപ്പോൾ അവൾ പുറപ്പെട്ടു കഴിഞ്ഞു. ഇനിയും സമയം പാഴാക്കുന്നതിന് അർത്ഥമില്ല. അയാൾ എഴുന്നേറ്റ് പോക്കറ്റിൽ കരുതിയിരുന്ന മണൽ നിറച്ച കൊഴുവിൽ കൈവച്ച് പതുക്കെ കതകിനരികിലേക്ക് നടന്നു. ഓ, ആലീസ്? യെസ് മിസ്റ്റർ ദവേ. ഒരു നിമിഷം. അയാൾ കാത്തുനിന്നു. ശ്വാസോച്ഛ്വാസത്തിന്റെ ഗതി അതിവേഗതയിലാണെന്ന് അയാൾ മനസ്സിലാക്കി. യുദ്ധകാലത്തെ അനുഭവങ്ങൾ ആ നിമിഷം അയാൾക്ക് ഓർമ്മ വന്നു. എതിരാളിയായ ജപ്പാൻകാരനെ പിടിച്ച് തൂണോട് ചേർത്ത് കെട്ടുക, പിന്നീട് ബയോണറ്റുമായി അയാളെ സമീപിക്കുക, മരണത്തെ നേരിൽ കാണിച്ചുകൊണ്ട് അയാളെ അതിനിരയാക്കുക. ആ രംഗം, അതേ രംഗം ഇവിടെ ആവർത്തിക്കാൻ പോകുന്നു. അയാൾ കാത്തുനിന്നു. ആലീസ് അവിടെ വന്ന് ശരിയായി കണ്ണു കാണാനാവാത്ത വിധം അയാളെ നോക്കി. യെസ് മിസ്റ്റർ ദവേ. അയാൾ അവളോട് അയാളുടെ മേശയ്ക്ക് സമീപത്തേക്ക് ചെല്ലാൻ ആംഗ്യം കാട്ടി. നീ കൂടി അങ്ങോട്ട് വരൂ. ഞാൻ ചെയ്ത സ്റ്റേറ്റ്മെന്റ് ശരിയാകുന്നില്ല. നമുക്ക് ഒരുമിച്ചത് പരിശോധിക്കാം. അവൾ അയാളെ കടന്ന് അങ്ങോട്ട് ചെന്ന് 2 കൈകളും മേശപ്പുറത്ത് കുത്തി കുനിഞ്ഞുകൊണ്ട് അവയിലേക്ക് നോക്കി. ഈ സമയം പോക്കറ്റിൽ നിന്ന് മണൽ നിറച്ച കൊഴു അയാൾ കയ്യിലെടുത്തു. അതിനുശേഷം സാവധാനം അയാൾ അവളുടെ അടുത്തേക്ക് നടന്നു ചെന്നു. സാവധാനത്തിലാണ് നടന്നതെങ്കിലും അയാൾ കിതയ്ക്കുന്നുണ്ടായിരുന്നു. കണ്ണുകൾക്ക് നല്ല തിളക്കമുണ്ടായിരുന്നു. തൊട്ടാൽ എത്തുന്ന ദൂരത്തെത്തിയപ്പോൾ കയ്യിലെ കൊഴുകൊണ്ട് അവളുടെ ശിരസിൽ ഓങ്ങിയടിക്കാൻ ഭാവിക്ക് ടെലിഫോൺ മണിയടിക്കുന്നത് കേട്ടു. ഒരു വാൾമുന കൊണ്ട് മാറിടം കുത്തി പിളർക്കുന്ന രീതിയിലായിരുന്നു ടെലിഫോൺ മണിയുടെ ശബ്ദം അയാളിൽ പ്രതികരണമുണ്ടാക്കിയത്. ഞെട്ടിവിറച്ച അയാൾ ഇതികർത്തവ്യത മോഡനായി നിൽക്കെ ആലീസ് റിസീവർ എടുത്തു. ഹലോ. ശ്രദ്ധിച്ച ശേഷം യെസ് മിസ്സസ് റേസൺ.
അദ്ദേഹം ഇവിടെ തന്നെയുണ്ട്. ഒരു നിമിഷം. മിസ്സിസ് റേസൺ താങ്കളെ വിളിക്കുന്നു. അവൾ അയാളെ നോക്കി. പകച്ചുകൊണ്ടുള്ള അയാളുടെ നോട്ടവും ഭാവവും മുഖത്തെ വിയർപ്പും കണ്ട് അവളൊന്ന് ഞെട്ടി. എന്താണ് മിസ്റ്റർ ദവേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മറുപടി ഒന്നും പറയാതെ അയാൾ തൻ്റെ സ്ഥാനത്ത് ചെന്ന് റിസീവർ കയ്യിലെടുത്തു. യെസ് മിസ്സിസ് റേസൺ. അയാളുടെ ശബ്ദം പതറി. മിസ്സിസ് റേസൺ ആ ബാങ്കിലെ ധനികയായൊരു ഇടപാടുകാരിയായിരുന്നു. അവൾ ഏതോ ഷെയറിന്റെ കാര്യത്തിൽ ഒരു നീണ്ട ചർച്ചയ്ക്ക് തയ്യാറെടുത്തിരിക്കുകയായിരുന്നു. ഈ സമയം ആലീസ് മേശപ്പുറത്തെ കടലാസുകൾ എടുത്തു കൊണ്ടുപോകുന്നത് കണ്ടു. അതിനാൽ മിസ്സിസ് റേസൺ സംസാരിച്ചത് എന്താണെന്ന് പോലും അയാൾ വ്യക്തമായി ശ്രദ്ധിച്ചിരുന്നില്ല. പിറകിലെ പ്രവേശന മാർഗത്തിലെ കതക് തുറന്നിടാൻ താൻ മറന്നുപോയ കാര്യം അയാൾ ഓർത്തു. ഇപ്പോൾ ഏതു നിമിഷവും മിസ്സിസ് ലോറിങ് വന്നെത്തുമെന്ന് അയാൾ ഓർമ്മിച്ചു. കതക് പൂട്ടിക്കിടക്കുന്നത് കണ്ടാൽ അവൾ എന്തു ചെയ്യും? തിരിച്ചു പോകുമോ? അതല്ല ബുദ്ധിശൂന്യമായ മറ്റു വല്ലതും ചെയ്തേക്കുമോ? നെറ്റിയിൽ ഒരു തുള്ളി വിയർപ്പ് മേശപ്പുറത്തെ ബ്ലോട്ടിംഗ് പേപ്പറിൽ വീണു. അപ്പോൾ ഒരു ചുറ്റിക കൊണ്ട് അടിച്ചാൽ എന്ന പോലെ മറുഭാഗത്തു നിന്ന് മിസ്സിസ് റേസന്റെ ശബ്ദം ഉയർന്നു കേട്ടു. നോക്കൂ മിസ്സിസ് റേസൺ, ഇപ്പോൾ വല്ലതും സംസാരിക്കാൻ വിഷമമുണ്ട്. ബാങ്ക് അടച്ചു കഴിഞ്ഞു. നമുക്ക് ഇതേപ്പറ്റി നാളെ സംസാരിച്ചാൽ എന്താണ്? ദേവി ചോദിച്ചു. ശരി. മിസ്സിസ് റേസൺ നെടുവീർപ്പിടുന്നത് കേട്ടു. നാളെ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാനിത് വാങ്ങുകയാണെങ്കിൽ നാളെ കാലത്ത് ഒന്നാമതായി താങ്കൾ ചെയ്യേണ്ടത് നേരെ ഇങ്ങോട്ട് വരികയാണ്. വന്ന് വേണ്ടത് ഉടനെ നിർവഹിക്കുക. അവളുടെ കഴുത്ത് ഞെക്കിക്കൊല്ലാനുള്ള കോപം ദവയ്ക്കുണ്ടായി. ആലിസിന്റെ മുഖത്ത് കണ്ട മാറ്റത്തിൽ നിന്നും അവൾക്ക് എന്തോ സംശയം തോന്നിയതായി അയാൾ ഊഹിച്ചു. അവൾ അവിടെ എന്തായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്? അയാൾ സമനില പാലിക്കാൻ ശ്രമപ്പെട്ടു. യെസ്, എനിക്ക് മനസ്സിലായി. ഭവതി അത് വാങ്ങുന്നതാണ് നല്ലത്. സാവധാനം അയാൾ ടെലിഫോൺ കാർഡിലെ 2 ബട്ടണുകളിൽ ഒന്നിൽ അമർത്തി ആ സംഭാഷണം അവസാനിപ്പിച്ചു. അയാൾ വേഗം എഴുന്നേറ്റ് ചെന്ന് പിന്നിലെ പ്രവേശന മാർഗത്തിനടുത്തെത്തി. അയാൾ അങ്ങോട്ട് പോകുന്നത് ആലിസ് കണ്ടിരുന്നു. അത് അയാൾക്കറിയാം. പക്ഷെ അവൾ കണ്ടാലും ഇല്ലെങ്കിലും പിറകിലെ കതക് തുറന്നിടേണ്ടത് അത്യാവശ്യമായിരുന്നു. അത് വളരെ പ്രധാനമാണ്. കതക് തുറന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ടെലിഫോൺ ശബ്ദിച്ചു. കതക് തുറന്ന ശേഷം ദവെ ഇരുട്ടിലേക്ക് പാളി നോക്കി. അവിടെ നിഴൽ പറ്റി മിസ്സിസ് ലോറിങ് നിൽക്കുന്നത് കണ്ടു. അവിടെ തന്നെ നിൽക്കൂ, എങ്ങോട്ടും പോകരുത്, അയാൾ പറഞ്ഞു. അപ്പോൾ പിറകിൽ നിന്ന് ആലിസിന്റെ ശബ്ദം കേട്ടു. ഹായ് മിസ്സിസ് ലോറിങ്, നിങ്ങളിവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ ഫോൺ അറ്റൻഡ് ചെയ്യൂ, ദവേ അവളെ നോക്കി ചീറി. അത് കേട്ട് നടുങ്ങിയ ആലിസ് പിറകോട്ട് മാറി മാറി ചെല്ലവേ ദവേ മിസ്സിസ് ലോറിങ്ങിനോട് പറഞ്ഞു, അകത്തേക്ക് വരൂ. മിസ്സിസ് ലോറിങ് ബാങ്കിനകത്തേക്ക് കയറി വന്നു. അവൾ നല്ലവണ്ണം മദ്യപിച്ചിരുന്നു. അവൾ ഉച്ഛ്വസിക്കുന്ന വായുവിൽ വിസ്കിയുടെ ഗന്ധമുണ്ടായിരുന്നു. അവൾ മരിച്ചിരിക്കുമെന്നായിരുന്നു ഞാൻ കരുതിയത്, അവൾ ഉറക്കെ പറഞ്ഞു. ഇതിനകം അവൾ മരിച്ചിരിക്കുമെന്ന് വിചാരിച്ച ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ. ഷട്ടപ്പ്, ദവേ അവളെ നോക്കി അലറി. കുടിച്ച് ബോധമില്ലാതെ എന്തെങ്കിലും കിടന്ന് പുലമ്പാതെ. ആലിസ് അയാളുടെ ഓഫീസ് കതകിനടുത്തെത്തി വിളിച്ചു പറഞ്ഞു. മിസ്സിസ് റേസൺ വിളിക്കുന്നു. ഫോൺ ബന്ധം വേർപെട്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ ആ കിഴട്ട് പിശാചിനോട് പോയി തുലയാൻ പറയുന്ന ആലിസിനെ നോക്കി ഉറക്കെ അട്ടഹസിച്ചുകൊണ്ട് പറയണമെന്ന് അയാൾക്ക് തോന്നി. പക്ഷേ നിയന്ത്രണം പാലിക്കേണ്ടതിന് ഇത്തരം ഘട്ടത്തിലാണെന്ന് അയാൾ ഓർത്തു. പണമോഷണ കേസിൽ ഫെഡറൽ ഏജന്റ് അന്വേഷണം നടത്തുമ്പോൾ മിസ്സിസ് റേസനെ ചോദ്യം ചെയ്തുവെന്ന് വരാം. സൂക്ഷിച്ചിരിക്കൂ എന്ന് ലോറിങ്ങിനോട് പറഞ്ഞ് അയാൾ ഓഫീസിനകത്തേക്ക് ടെലിഫോൺ അറ്റൻഡ് ചെയ്യാൻ പോയി. തുറന്നു കിടന്ന കതകിൽ കൂടി ആലീസ് മിസ്സിസ് ലോറിങ്ങിനെ തന്നെ തുറച്ചു നോക്കുന്നത് അയാൾ കണ്ടു. എന്താ മിസ്സിസ് ലോറിങ്, എന്താണ് കാര്യം? സുഖമില്ലേ? ആലീസ് ചോദിക്കുന്നത് അയാൾ കേട്ടു. അതിനുശേഷം അവർ സംസാരിക്കുന്നത് കേൾക്കാൻ കഴിഞ്ഞില്ല. കാരണം മിസ്സിസ് റേസൺ ഫോണിൽ കൂടി ഉറക്കെ സംസാരിക്കുകയായിരുന്നു. ദവെ പറഞ്ഞു, മിസ്സിസ് റേസൺ, ഭവതി 1000 ഷെയർ വാങ്ങിക്കൊള്ളുക. ഞാൻ അതിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്യട്ടെ. ഞാൻ എൻ്റെ ഭർത്താവിനോട് ചോദിക്കട്ടെ. അതിനുശേഷം ഞാൻ താങ്കൾക്ക് ഫോൺ ചെയ്യാം. ഞാൻ പുറപ്പെടുകയാണ്. ഇക്കാര്യം നാളെ കാലത്ത് തന്നെ അറിയിച്ചാൽ മതി. ശരി. അവൾ റിസീവർ താഴെ വെച്ചു. അയാൾ പതുക്കെ എഴുന്നേറ്റ് മിസ്സിസ് ലോറിങ്ങും ആലിസും നിൽക്കുന്നിടത്തേക്ക് ചെന്നു. അപ്പോൾ മിസ്സിസ് ലോറിങ് പറയുകയായിരുന്നു, അയാൾ നിന്നെ കൊല്ലാൻ പ്ലാനിട്ടിരിക്കുകയാണ്. ദൈവത്തെ ഓർത്ത് നീ വിശ്വസിക്കൂ. നീ പള്ളിയിലേക്ക് ചെല്ലൂ. പ്രാർത്ഥിക്കേണ്ട സമയം ഇതാണ്. ആലീസ് ദവേ വരുന്നത് കണ്ട് അവൾ അയാളെ നോക്കി. അവളുടെ നേരെ വന്നുകൊണ്ടിരിക്കുന്ന അയാളുടെ മുഖത്തെ ഭാവം കണ്ട് ആലീസ് ഭയം കൊണ്ട് കിടുകിടാ വിറച്ചു. പെട്ടെന്നുണ്ടായ വിഭ്രാന്തിയിൽ അവൾ വോൾട്ടിനടുത്തേക്ക് തിരിഞ്ഞു ഓടി.
അവളുടെ ആ ഓട്ടം കണ്ട് ദേവെ നടുങ്ങി. അയാളും അവളോടൊപ്പം ഓടി. മിസ്സിസ് ലോറിങ്ങിനെ കടന്നു പോകുമ്പോൾ അവൾ അയാളുടെ കൈക്ക് കയറി പിടിച്ച് അയാളെ മുമ്പോട്ട് പോകാൻ അനുവദിക്കാതെ അവിടെ തന്നെ തടുത്തു നിർത്തി. അരുത്, അത് ചെയ്യരുത്, അവൾ തേങ്ങിക്കൊണ്ട് പറഞ്ഞു. അയാൾ അവളെ ശക്തിയായി പിടിച്ചു തള്ളി. അവൾ തറയിൽ ചെന്ന് വീണു. അതിനുശേഷം അയാൾ വോട്ടിലേക്കുള്ള പടികളിൽ അതിവേഗം ഇറങ്ങി. ആലീസ് വോൾട്ടിന്റെ കഥകിൽ പറ്റി നിൽക്കുകയായിരുന്നു. അയാളെ കണ്ടപ്പോൾ അവൾ കൈപ്പത്തികൾ വിരിച്ചു കാട്ടി അയാളെ വിലക്കിക്കൊണ്ട് പറഞ്ഞു, അരുത്, എന്നെ തൊടരുത്, എന്നെ തൊടരുതേ. അയാൾ അവളുടെ നേരെ നടന്നെടുക്കുമ്പോൾ അവൾ അലറാൻ വായു പൊളിച്ചു. അയാളുടെ തടിച്ച വിരലുകൾ അവളുടെ കഴുത്തിൽ അമരുമ്പോഴും അവൾ തേങ്ങിക്കൊണ്ട് അപേക്ഷിക്കുകയായിരുന്നു, എന്നെ എന്നെ കൊല്ലരുതേ. മിസ്റ്റർ ടാവേഴ്സ് വില കുറഞ്ഞ ഒരു പത്രത്തിലെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നഗ്നയായ ഒരു യുവതിയുടെ പടത്തിൽ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. അയാൾ ഇരിക്കുന്നിടത്തു നിന്ന് നോക്കിയാൽ എതിരിലെ ബാങ്കിന്റെ ജനാലകൾ അയാൾക്ക് കാണാം. ആ ജനാലകൾ വഴി അതിനകത്തെ പ്രകാശം തെളിഞ്ഞു കാണപ്പെട്ടിരുന്നു. അക്ഷമനായി അയാൾ ചുമർ ഘടികാരത്തിലേക്ക് നോക്കി. അതിൽ സമയം 7 കഴിഞ്ഞ് 5 നിമിഷങ്ങളായെന്ന് കാണിച്ചിരുന്നു. 7 മണിവരെ മിസ്റ്റർ ദവയും ആലീസും ബാങ്കിനകത്ത് ഉണ്ടായിരിക്കുമെന്നും അവർ പോയി കഴിഞ്ഞാൽ അയാൾക്ക് അടുത്തുള്ള ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം കഴിച്ചു വരാമെന്നും പറഞ്ഞായിരുന്നു ഷെരീഫ് പോയത്. കയ്യിലെ കടലാസ് അയാൾ ഒരു ഭാഗത്തേക്ക് മാറ്റിവെച്ച് ഒരു സിഗരറ്റ് എടുത്ത് കൊളുത്തി. അയാളുടെ ചിന്ത കഴിഞ്ഞ ദിവസം ഐറിസുമായി നടത്തിയ സംഭാഷണത്തെക്കുറിച്ചായിരുന്നു. അവൾ പറഞ്ഞ കാര്യങ്ങൾ അയാളെ വല്ലാതെ അലട്ടി. മിസ്സിസ് ലോറിങ് ദവയെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന വാർത്തയായിരുന്നു അത്. എന്നാൽ അവൾ വീണ്ടും മദ്യപാനം തുടരുകയാണെന്ന് അവൾ അറിയിച്ചപ്പോൾ ആദ്യത്തെ വാർത്ത അയാൾക്ക് അപ്രധാനമായി തോന്നി. അമ്മയുടെ മദ്യപാനം ഐറിസിനെ വല്ലാതെ വിഷമിപ്പിച്ചു. അവൾ ഡോക്ടർ സ്റ്റെർലിങ്ങിനെ കണ്ട് വിവരം അറിയിച്ചുവെങ്കിലും അവൾക്ക് അദ്ദേഹത്തിൽ നിന്നും പ്രതീക്ഷാർഹമായ മറുപടി ഒന്നും കിട്ടിയിരുന്നില്ല. ഡോക്ടർക്ക് വാർദ്ധക്യം ബാധിച്ചതാവാം അതിന് കാരണമെന്ന് അവൾ വിചാരിച്ചു. ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യാൻ വളരെ വിഷമമാണ്. താൻ അവളെ മദ്യപിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് വളരെയൊന്നും ഗുണമില്ല. രണ്ടാമതൊരു പ്രതിരോധ ഔഷധം നൽകിയാൽ പോലും പ്രതീക്ഷിക്കുന്ന ഗുണം കിട്ടാനിടയില്ല. ഡോക്ടർ പറഞ്ഞത് അങ്ങനെയായിരുന്നു. അമ്മ മിസ്റ്റർ ദവയെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഡോക്ടറെ അറിയിച്ചപ്പോൾ ആ വൃദ്ധനായ ഡോക്ടർ സന്തോഷിക്കുകയായിരുന്നെന്നും ഐറിസ് ട്രാവൽസിനോട് പറഞ്ഞിരുന്നു. അവരുടെ മദ്യപാനാസക്തി അതോടെ കുറയാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ വിശ്വസിക്കുന്നു പോലും. ദവെ മിസ്സിസ് ലോറിങ്ങിനെ വിവാഹം കഴിച്ച് ഫ്ലോറിഡയിലേക്ക് ചെന്നാൽ അയാളുടെ തടസ്സങ്ങൾ മാറിക്കിട്ടുമെന്ന് ട്രാവേഴ്സ് വിശ്വസിച്ചു. അതോടെ ഐറിസിനെ വിവാഹം കഴിക്കാൻ അവസരം കിട്ടും. ഷെരീഫ് തോംസൺ അധികം താമസിയാതെ റിട്ടയർ ചെയ്യുകയാണെന്ന് ഒരു സൂചന നൽകിയിട്ടുണ്ട്. എങ്കിൽ ആ സ്ഥാനം സ്വാഭാവികമായും അയാൾക്ക് കിട്ടുകയും ചെയ്യും. നല്ലൊരു തുക സമ്പാദിച്ചു കഴിഞ്ഞാൽ പിറ്റ്സ്വില്ലെ വിട്ട് മറ്റേതെങ്കിലും നഗരത്തിൽ ഐറിസിനെ കൂട്ടിച്ചെന്ന് പുതിയൊരു ജീവിതം ആരംഭിക്കണം. ആ രംഗം അയാൾ മനസ്സിൽ കണ്ടു. പക്ഷേ അതിന് തക്കതായ സമ്പാദ്യം വേണം. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കെ ബാങ്കിലെ ലൈറ്റ് അണയുന്നത് അയാൾ ശ്രദ്ധിച്ചു. വേഗം ക്ലോക്കിൽ നോക്കി. സമയം 7 കഴിഞ്ഞ് 6 നിമിഷങ്ങളായിരിക്കുന്നു. അയാൾ എഴുന്നേറ്റ് ജനാലക്കിൽ ചെന്ന് ബാങ്കിലേക്ക് നോക്കി. ആലിസിന്റെ വേഷത്തിലുള്ള മിസ്സിസ് ലോറിങ് പുറത്ത് പാർക്ക് ചെയ്തിരുന്ന ദവയുടെ കാറിനടുത്തേക്ക് ചെല്ലുന്നത് അയാൾ കണ്ടു. റോഡിലെ വിളക്ക് കമ്പത്തിനരികിൽ കൂടി അവൾ നടന്നപ്പോൾ അയാളൊന്ന് ഞെട്ടി. ആലിസിന്റെ നടത്തത്തിന് ഇടർച്ച തട്ടിയിരുന്നു. അതെങ്ങനെ സംഭവിച്ചു? ഒരു മദ്യപാനിയുടെ രീതിയിലായിരുന്നു അവൾ നടന്നിരുന്നത്. ആലീസ് മദ്യപിച്ചിരിക്കുകയാണെന്നോ? അങ്ങനെ വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്നു. അതല്ല, അവൾക്ക് എന്തെങ്കിലും അസുഖം പിടിപെട്ടതായിരിക്കുമോ? അവൾ കാറിനടുത്തെത്തി. എന്നാൽ കാറിന്റെ കതക് തുറക്കാൻ അവൾക്ക് വിഷമം അനുഭവപ്പെടുന്നതായി തോന്നി. അടുത്തതായി ട്രാവേഴ്സ് ബാങ്കിലേക്ക് നോക്കി. മിസ്റ്റർ ദവെ ബാങ്കിന്റെ കതക് പൂട്ടുന്നത് കണ്ടു. ഒരുപക്ഷെ അവൾക്ക് സുഖമില്ലായിരിക്കാം. ചെന്ന് അന്വേഷിച്ചാലോ? അയാൾ ഓർത്തു. അപ്പോഴാണ് അങ്ങനെ ചെന്ന് അന്വേഷിക്കുന്നതോ സംസാരിക്കുന്നതോ ആലീസ് ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ലെന്ന് അയാൾക്ക് ഓർമ്മ വന്നത്. അതുകൊണ്ട് തന്നെ ദവെ തന്നെ അക്കാര്യം കൈകാര്യം ചെയ്യട്ടെ എന്ന് അയാൾ കരുതി. ദവെ അതിവേഗം റോഡ് മുറിച്ചു കടന്ന് കാറിനകത്തെത്തി അതിൽ കയറി എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് പുറപ്പെട്ടു. ട്രാവേഴ്സ് എതിരിലെ ഓഫീസിലിരുന്ന് അവരെ ശ്രദ്ധിക്കുന്ന കാര്യം അയാൾക്ക് അറിയാമായിരുന്നു. അത് ഓർത്തപ്പോൾ അയാളുടെ ഹൃദയം പിടച്ചു. അയാളിട്ട പദ്ധതിയിലെ വളരെ പ്രധാനപ്പെട്ടതും അപകടമേറിയതുമായ ഒരിനമായിരുന്നു അത്. നടന്നു പോകുമ്പോൾ മിസ്സിസ് ലോറിങ് കുഴഞ്ഞാടുന്നത് അയാൾ കണ്ടിരുന്നു. ഒരുപക്ഷെ ട്രാവേഴ്സ് അത് ശ്രദ്ധിച്ചിരിക്കുമോ? ശ്രദ്ധിച്ചിരിക്കാം. എങ്കിൽ അതേപ്പറ്റി അയാൾ ധരിച്ചത് എന്തായിരിക്കും?
അപസ്മാരം പിടിപെട്ടുള്ള പോലെ മിസ്സസ് ലോറിംഗ് പിന്നിലെ സീറ്റിൽ ചാരിക്കിടന്നുകൊണ്ട് പിച്ചും പേയും പറയുകയായിരുന്നു. അവളുടെ കഴുത്ത് ഞെരിച്ച് അവിടെ വെച്ച് തന്നെ വധിക്കണമെന്ന് ദവയ്ക്ക് തോന്നി. അത്രയേറെ അവളോട് അയാൾക്ക് അരിശം തോന്നി. ആലിസിന്റെ കോട്ടും ഹാറ്റും മണിയും അവളോട് പറഞ്ഞപ്പോൾ തന്നെ അവൾ അതിന് വിസമ്മതിച്ചിരിക്കുകയായിരുന്നു. ഊക്കോടെ അവളുടെ കവിളിൽ ഒരു പ്രഹരം അപ്പോൾ നൽകിയതായിരുന്നു. അതിന്റെ പേരിൽ അവൾ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കി കളയുമോ എന്ന് അയാൾ സംശയിച്ചിരിക്കുകയായിരുന്നു. ഭാഗ്യത്തിന് ഒന്നും ഉണ്ടായില്ല. ലോഡ്ജിലേക്കുള്ള മടക്കയാത്രയിൽ അയാൾക്ക് അല്പം ആശ്വാസം തോന്നി. ഷെറീഫിന്റെ ഓഫീസ് കടന്നു പോകുമ്പോൾ ദവേ ട്രാവേഴ്സിനെ നോക്കി കൈവീശി കാണിച്ചു. ട്രാവേഴ്സ് തിരിച്ചിങ്ങോട്ടും. കാറിന്റെ വേഗത കൂടാതിരിക്കാൻ അയാൾ ശ്രദ്ധിച്ചിരുന്നു. വഴിയിൽ അവർ കാര്യമായൊന്നും സംസാരിച്ചില്ല. ലോഡ്ജിലെത്തിയപ്പോൾ കാർ വേഗത കുറച്ച് പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിർത്തി. വരൂ, താഴെ ഇറങ്ങൂ. അവൾ താഴെ ഇറങ്ങി. ആ രൂപം കണ്ടയാൾ ഞെട്ടി. വാർദ്ധക്യം ബാധിച്ചതുപോലെ തോന്നിച്ച അവളെ കാണാൻ ഭീമത്സയായിരുന്നു. കണ്ണുകൾ കുഴിയിൽ താണിരുന്നു. ശരീരത്തിലെ ചർമ്മത്തിന് നിറഭേദം സംഭവിച്ചിരുന്നു. എന്തിന്? അവളുടെ അധരങ്ങൾ പോലും വെളുത്തിരുന്നു. അവൾ അപ്പോഴും പിച്ചും പേയും പറയുകയും ഇടയ്ക്കിടയ്ക്ക് വിങ്ങിക്കരയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അയാൾ അവളുടെ കൈക്ക് കയറി പിടിച്ച് മുമ്പോട്ട് വലിച്ചു നടന്നു. പടികൾ കയറി അവൾ ഹാളിലേക്ക് പ്രവേശിച്ചു. അവിടെ നിന്നും അവളെ അയാൾ ഗോണിപ്പടിയിലേക്ക് ഒരു തള്ളു വെച്ചു കൊടുത്തു. അവിടെ എത്തി പടികൾ ചവിട്ടിക്കയറാൻ അയാൾ അവളെ നിർബന്ധിച്ചു. മുകളിലെത്തിയപ്പോൾ മേജർ ഹാർഡി അവിടെ നിൽക്കുന്നത് കണ്ടു. ദവേ മേജർ അവിടെ നിൽക്കുന്നതൊന്നും കണക്കിലെടുക്കാതെ തന്റെ കോട്ടഴിച്ച് അവൾ മുകളിലേക്ക് കയറി വരുന്നത് നോക്കി നിന്നു. മുകളിലെത്തി അവൾ കാഴ്ചയിൽ നിന്ന് മറിഞ്ഞപ്പോൾ അയാൾ വിളിച്ചു പറഞ്ഞു, ആലീസ്, ഇനി നിനക്ക് കിടന്നുറങ്ങാം. ഞാൻ മിസ്സിസ് ലോറിങ്ങിനോട് നിന്റെ അടുക്കിലേക്ക് വരാൻ പറയാം. നേരത്തെ പറഞ്ഞതനുസരിച്ച് ആലീസിൽ നിന്നും എസ് എന്ന ശബ്ദം കേൾക്കേണ്ടതായിരുന്നു. എന്നാൽ അത് അയാൾ കേട്ടില്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മേജർ ചോദിച്ചു. അവൾക്ക് എന്തുകൊണ്ടോ കാലാവസ്ഥ പിടിച്ചില്ലെന്ന് തോന്നുന്നു. ബാങ്കിൽ വെച്ച് തന്നെ വല്ലാതെ തലവേദനിക്കുന്നെന്ന് പറഞ്ഞിരുന്നു. അതത്ര ഗൗരവമേറിയതായി തീരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇതൊക്കെ സാധാരണമാണ്. ഈ കൂട്ടരെയൊക്കെ കിടപ്പറയിൽ ഉപയോഗിക്കാനേ കൊള്ളൂ. ശരിയാണ്, ദവേ ശരിവെച്ചു. ദവേ അയാളുടെ മുറിയിലേക്ക് ചെന്ന് വേഗം വിയർത്തൊഴുകുന്ന മുഖവും കൈകളും കഴുകി മിസ്സിസ് ലോറിങ്ങിന്റെ മുറിയിലേക്ക് ചെന്നു. അവൾ മെത്തയിൽ കമിഴ്ന്നു കിടന്ന് തേങ്ങുകയായിരുന്നു. അടുത്ത അരമണിക്കൂറിനുള്ളിൽ അവൾക്ക് അയാളുടെ പദ്ധതി പ്രകാരം ഒരു പ്രധാനപ്പെട്ട ഭാഗം അഭിനയിക്കേണ്ടതുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവളെ കൊണ്ട് അത് കൈകാര്യം ചെയ്യാനാകുമോ എന്ന് സംശയമാണ്. അവൾ ഇപ്പോഴും ലഹരിയിൽ നിന്ന് മോചിതമായിട്ടില്ല. അവളുടെ തേങ്ങൽ നിർത്തേണ്ടിയിരിക്കുന്നു. അവളുടെ മുടിക്ക് പിടിച്ച് വലിച്ച് ആ മുഖത്ത് ഊങ്ങിയടിക്കണമെന്ന് അയാൾക്കുണ്ടായിരുന്നു. പക്ഷേ അയാളുടെ വിരലടയാളം അവളുടെ മുഖത്ത് പതിഞ്ഞു കണ്ടാൽ ആ കിഴവിയും കിഴവനും അത് മനസ്സിലാക്കും. അയാൾ അവളുടെ സമീപം ചെന്ന് പിൻശിരസിൽ കൈവച്ച് അമർത്തി. അവളുടെ മുഖം തലേണയിൽ അമർന്നു. അയാൾ കൂടുതൽ കൂടുതൽ ശക്തിയിൽ അവളുടെ ശിരസിൽ അമർത്തി. ആ അമർത്തലിൽ അവർക്ക് ശ്വാസം മുട്ടി. അവളുടെ തേങ്ങൽ നിലച്ചു. കൈ വേദനിക്കുന്നവരെ അവളെ അതേ നിലയിൽ അമർത്തിപ്പിടിച്ച ശേഷം അയാൾ പിടിവിടുവിച്ച് അവളെ മലർത്തിക്കിടത്തി ആ മുഖത്തേക്ക് തുറച്ചു നോക്കി. കുപ്പിച്ചില്ലുകൾ പോലെ അയാളുടെ കണ്ണുകൾ വെട്ടിത്തിളങ്ങി. അവൾ ഇളകാതെ കിടന്നു. ഇപ്പോഴെങ്ങനെയുണ്ട്? എറിച്ചു വന്ന രോഷം അടക്കിക്കൊണ്ട് ദവി ചോദിച്ചു. അവളൊരു നെടുവീർപ്പിട്ടുകൊണ്ട് ഒന്ന് ശിരസിളക്കി കണ്ണുകൾ അടച്ചു. ഓക്കെ, എഴുന്നേറ്റ് ആ മുഖമൊന്ന് കഴുകി മേക്കപ്പ് ചെയ്ത് തയ്യാറാകൂ. നിന്നെ കണ്ട ഒരു ഭ്രാന്തിയെ പോലെയുണ്ട്. ഞാൻ താഴേക്ക് പോവുകയാണ്. ഞാൻ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നും നിനക്കറിയാം. അത് നാം പലതവണ റിഹേഴ്സൽ ചെയ്തിട്ടുള്ളതാണ്. അയാൾ അവളെ രൂക്ഷതയോടെ നോക്കി. എന്താണ് ചെയ്യേണ്ടതെന്ന് നിനക്കറിയാമല്ലോ. അവൾ കണ്ണു തുറന്ന് പെട്ടെന്ന് അയാളുടെ മുഖത്തേക്ക് തുപ്പി. അവളുടെ മുഖം കണ്ട് അയാൾ നടുങ്ങി. അവളെ ഓങ്ങി അടിക്കാൻ അയാൾ കൈ ഓങ്ങി. എന്നാൽ ഉടനെ തന്നെ അതിലയാൾ നിയന്ത്രണം പാലിച്ചു. അവളെ നോക്കി അയാൾ ചെറുതായൊന്ന് ചിരിച്ചു. പുറം കൈകൊണ്ട് മുഖം തുടച്ചു. ആ ചിരിയിൽ പൈശാചികത കലർന്നിരുന്നു. ഒരു കാര്യം ഓർക്കുന്നത് നന്ന്. നാം ഏർപ്പെട്ടിരിക്കുന്ന ഈ പ്രവൃത്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് $300,000. ഒരിക്കൽ കൂടി പറയാം, $300,000 എന്ന് പറഞ്ഞ് അയാൾ മുറിവിട്ടിറങ്ങി താഴേക്ക് ചെന്നു. ലൗഞ്ചിൽ പുതിയതായി വന്ന റീഡേഴ്സ് ഡൈജസ്റ്റ് വായിച്ചുകൊണ്ട് മേജർ ഒരു കസേരയിൽ ഇരിക്കുകയായിരുന്നു. അയാൾക്ക് സമീപം മറ്റൊരു കസേരയിൽ ഇരുന്നു കൊണ്ട് മേജർക്ക് അദ്ദേഹത്തിന്റെ പിറന്നാൾ സമ്മാനമായി നൽകാൻ മിസ് പിയേഴ്സൺ ഒരു തലപ്പാവ് തയ്ക്കുകയായിരുന്നു. ദവെ അങ്ങോട്ട് വന്നപ്പോൾ അവർ രണ്ടുപേരും മുഖമുയർത്തി ചോദ്യരൂപേണ അയാളെ നോക്കി. ആലിസിനെന്താ, സുഖമില്ലേ? മിസ് പിയേഴ്സൺ ചോദിച്ചു. തലവേദനയാണെന്ന് പറഞ്ഞു. ദവെ പറഞ്ഞു. അവൾ ഉറങ്ങുകയാണ്.
നാളെ കാലത്തേക്ക് നേരെ ആയിക്കൊള്ളും. ഇന്ന് ഡിന്നറുള്ളവ എന്തെന്ന് ആർക്കെങ്കിലും അറിയാമോ? എനിക്ക് വല്ലാതെ വിശക്കുന്നു എന്ന് അയാൾ തന്റെ വശ്യമായ ചിരിയോട് ചോദിച്ചു. വേലക്കാരിയോട് ചോദിച്ചാൽ അറിയാം, മേജർ അഭിപ്രായപ്പെട്ടു. ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കെ മിസ്സിസ് ലോറിംഗ് അങ്ങോട്ട് വന്നു. ദവേ അവളെ തുറച്ചു നോക്കി. ആലിസിന് അവൾ ഉറക്കുഗുളിക കൊടുത്തിരിക്കുകയാണെന്നും അവൾ നല്ല ഉറക്കത്തിലാണെന്നും അവൾ അറിയിച്ചു. അന്ന് ടെലിവിഷനിൽ നല്ല പ്രോഗ്രാം ഉണ്ടെന്ന് ഇടയിൽ പറഞ്ഞപ്പോൾ മേജർ ഹാർഡിയും മിസ് പിയേഴ്സണും ഡിന്നർ കഴിഞ്ഞ് ടെലിവിഷൻ വെച്ച മുറിയിലേക്ക് ചെന്നു. ദവയും അവരെ പിന്തുടർന്നു. 11 മണിക്ക് ഞാൻ വരും. അതേവരെ നീ വിസ്കി കുപ്പി തൊട്ടുപോകരുത്, കേട്ടല്ലോ. അവളെ വിട്ട് അയാൾ താഴെ ടെലിവിഷൻ പ്രോഗ്രാം നടക്കുന്ന മുറിയിലേക്ക് ചെന്നു. ആ ഇരുട്ടിൽ ഇരിക്കുമ്പോഴും അയാളുടെ മനസ്സിൽ വിവിധ ചിന്തകൾ ഒന്നിനൊന്ന് ചേർന്ന് മത്സരിക്കുകയായിരുന്നു. ഇനി ഇക്കാര്യത്തിൽ നിന്നും പിന്തിരിയുന്ന പ്രശ്നമില്ല, അയാൾ സ്വയം പറഞ്ഞു. ഇതേവരെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടന്നു. ആരെങ്കിലും ബാങ്കിന്റെ പിൻകതക് തുറന്നു നോക്കുകയാണെങ്കിൽ അപകടം ആരംഭിക്കുന്നത് അവിടം വെച്ചായിരിക്കും. കാരണം അത് വെറുതെ ചാരി വയ്ക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിനാരെങ്കിലും ശ്രമിക്കുമെന്ന് അയാൾക്ക് തോന്നിയില്ല. കാരണം ബാങ്കിന്റെ പിൻകതക് സാധാരണ തുറക്കാറില്ലെന്ന കാര്യം പൊതുവെ നഗരത്തിലുള്ള എല്ലാവർക്കും അറിയാം. ആലിസിനെ വധിച്ച രംഗം അയാൾ ഓർത്തു. കഴുത്ത് ഞെരുക്കി അവളെ വധിച്ചപ്പോൾ അവളുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം താഴോട്ടൊഴുകി അയാളുടെ കൈകളിൽ വീണിരുന്നു. ഭാഗ്യത്തിന് അവയിൽ അല്പം പോലും അയാളുടെ വസ്ത്രത്തിൽ എവിടെയും പതിഞ്ഞിരുന്നില്ല. ഇനി അവളുടെ മൃതദേഹം കാറിലേക്ക് കയറ്റണം. കൃത്യം 11 മണിയായപ്പോൾ മറ്റവരോട് വിട ചോദിച്ചുകൊണ്ട് അയാൾ മുകളിലേക്ക് പോന്നു. മിസ്സിസ് ലോറിങ്ങിന്റെ മുറിയിൽ അപ്പോഴും ലൈറ്റ് തെളിഞ്ഞ് കാണപ്പെട്ടിരുന്നു. അയാൾ അവളുടെ മുറിയിലേക്ക് കടന്നു. മിസ്സിസ് ലോറിങ് മെത്തയിൽ മലർന്നു കിടന്നുകൊണ്ട് മേൽഭിത്തിയിൽ കണ്ണു നട്ട് ഒരു സിഗരറ്റ് പുകച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മിസ്റ്റർ ദവെ മുറിയിൽ കടന്നു ചെന്നിട്ടും അവൾ അയാളെ തിരിഞ്ഞു നോക്കിയില്ല. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അവളുടെ കാൽക്കൽ വന്ന് നിന്നുകൊണ്ട് അയാൾ ചോദിച്ചു. നിങ്ങൾ എന്നെ ആകെ വശം കെടുത്തി കളഞ്ഞു. അപ്പോഴും അയാളെ നോക്കാതെ അവൾ പറഞ്ഞു. എനിക്ക് നടക്കാൻ പോലും പ്രയാസം തോന്നുന്നു. ബാങ്ക് വരെ നിനക്ക് നടക്കേണ്ടതുണ്ട്. ഇങ്ങനെ അടങ്ങി ഇവിടെ കിടന്ന നിന്റെ പേശികൾക്ക് മുറുക്കമേർപ്പെട്ടെന്നിരിക്കും. അവൾ ഇളകിയില്ല. എന്നെ തനിച്ചിരിക്കാനൊന്ന് അനുവദിക്കൂ. ഇനിയും ഇതിൽ നിന്ന് പിന്തിരിയാൻ നിനക്ക് സാധ്യമല്ല. ഇക്കാര്യത്തിൽ നമുക്ക് 2 പേർക്കും തുല്യ പങ്കുണ്ട്. ഞാൻ എൻ്റെ ഡ്രസ്സ് മാറാൻ പോവുകയാണ്. എഴുന്നേറ്റ് അല്പനേരം മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കൂ. അത് നിനക്ക് ഇവിടെ നിന്നിങ്ങോട്ടുള്ള യാത്രയിൽ സഹായിച്ചെന്നിരിക്കും. അയാൾ തൻ്റെ മുറിയിലേക്ക് ചെന്ന് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കൃതാവുകളും താടി മീശാദികളും മുഖത്തൊട്ടിച്ച് ജോണിയുടെ രൂപം പ്രാപിച്ചു. അതിനുശേഷം വീണ്ടും മിസ്സിസ് ലോറിങ്ങിന്റെ മുറിയിലേക്ക് ചെന്നു. അവൾ അപ്പോഴും മെത്തയിൽ നിന്ന് എഴുന്നേറ്റിരുന്നില്ല. കൃത്യം 12 മണിക്ക് നീ ഇവിടെ നിന്ന് പുറപ്പെടണം. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഏതെങ്കിലും കാർ വരുന്നതായി കണ്ടാൽ ഉടനെ ഇരുട്ടിൽ മറിഞ്ഞിരിക്കണം. പിന്നീട് ലിങ്കൺ കാറിൽ കയറി ബാങ്കിലേക്ക് ചെന്ന് അവിടുത്തെ പിൻകതകിനോട് സമീപം അത് പാർക്ക് ചെയ്യണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും നീ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങരുത്. മനസ്സിലായോ? മരവിച്ച മട്ടിൽ അവൾ അയാളെ നോക്കി. മനസ്സിലാകാതിരിക്കാൻ ഞാനെന്താ ഒരു വിഡ്ഢിയാണെന്ന് കരുതിയോ? എനിക്ക് മനസ്സിലായി. ഓൾറൈറ്റ്, ഞാൻ പോകുന്നു. ഇനി എല്ലാം നിന്നെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് പറഞ്ഞതുപോലെയൊക്കെ ചെയ്യുക. ഇതിനിടയിൽ മദ്യപാനം ചെയ്യരുതെന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. മിസ്സിസ് ലോറിങ്ങിന്റെ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ ദവയെ ഗോവണിപ്പടിക്ക് സമീപം വന്നു നിന്ന് കാതോർത്ത് ശ്രദ്ധിച്ചു. എങ്ങും നിശബ്ദത തളം കെട്ടി നിന്നിരുന്നു. ശബ്ദമുണ്ടാക്കാതെ അയാൾ പടികൾ ഇറങ്ങി പിൻവശത്തുകൂടി വെളിയിലേക്ക് ചെന്നു. ആകാശത്ത് ചന്ദ്രനുണ്ടായിരുന്നില്ല. അതിനാൽ എങ്ങും കട്ട പിടിച്ചു കിടക്കുന്ന കൂരിരുട്ട് മാത്രം. നീണ്ട കാൽവെപ്പുകളോടെ അയാൾ മുമ്പോട്ട് നടന്നു. അകലെ എവിടെ നിന്നെങ്കിലും ഏതെങ്കിലും വാഹനം വരുന്നുണ്ടോ എന്നയാൾ സദാ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഏതാണ്ട് അർദ്ധരാത്രി കഴിഞ്ഞപ്പോഴേക്കും അയാൾ ബാങ്കിന്റെ പിറകുവശത്തെ കതകിനടുത്തെത്തി. ലോഡ്ജിൽ നിന്നും ബാങ്ക് വരെയുള്ള ആ നീണ്ട നടത്തത്തിനിടയ്ക്ക് ആരും തന്നെ ശ്രദ്ധിച്ചിട്ടില്ല എന്നയാൾ വിശ്വസിച്ചു. കതക് തുറന്നയാൾ ഇരുട്ടിൽ കട്ടപിടിച്ചു കിടക്കുന്ന ബാങ്കിനകത്തേക്ക് കയറി ചെല്ലാൻ ഭാവിക്കെ അകത്ത് എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ എന്നറിയാനായി ചെവി വട്ടം പിടിച്ചു. അങ്ങനെ ഒന്നുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അകത്ത് കയറി കതകടച്ചു. അതിനകത്ത് 10 വൈദ്യുത വിളക്കിന്റെ ബൾബുകൾ നീക്കം ചെയ്യേണ്ടതുണ്ടായിരുന്നു. അവയെല്ലാം അഴിച്ചെടുത്ത് ജനാലയ്ക്ക് സമീപം ചെന്നു നിന്നുകൊണ്ട് എതിരിലെ ഷെരീഫിന്റെ ഓഫീസിലേക്ക് അയാൾ നോക്കി. അവിടെ ട്രാവേഴ്സ് അപ്പോഴും ഇടയ്ക്കിടെ ബാങ്കിലേക്ക് നോക്കിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകയായിരുന്നു. തെരുവ് വിളക്കിന്റെ നേരിയ പ്രകാശം ഏതു വഴിയോ അകത്ത് കടന്നെത്തിയിരുന്നതിനാൽ അല്പം ഉപകാരമായി അയാൾക്ക് തോന്നി.
ബൾബുകളെല്ലാം അഴിച്ചെടുത്തെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അയാൾ ലൈറ്റിട്ടു. വോൾട്ടിനകത്തെ ലൈറ്റല്ലാതെ മറ്റെവിടെയും പ്രകാശമുണ്ടായില്ല. പിന്നീട് ഒട്ടും സമയം പാഴാക്കാതെ അയാൾ വോൾട്ടിനകത്ത് കടന്ന് കതകടച്ചു. വായിൽ നിന്നും മൂക്കിൽ നിന്നും രക്തമൊഴുകിയ മട്ടിൽ അവിടെ തറയിൽ കിടക്കുകയായിരുന്ന ആലിസിന്റെ മൃതദേഹത്തിലേക്ക് അയാൾ നോക്കി. ദവേ അവളുടെ കൈക്ക് പിടിച്ച് വോൾട്ടിനരികിൽ നിന്നും കതകിനടുത്തേക്ക് വലിച്ചു. അതിനു മുമ്പേ അവളുടെ ഹാൻഡ് ബാഗിൽ നിന്ന് അയാൾ സേഫിന്റെ ഒരു താക്കോൽ കണ്ടെത്തി കൈവശമാക്കിയിരുന്നു. ബാങ്കിലേക്ക് വരുമ്പോൾ അയാൾ കൊണ്ടുവന്ന ഒരു ലിവർ ഉപയോഗിച്ച് ആധാരങ്ങളും മറ്റും സൂക്ഷിക്കുന്ന പെട്ടികളൊന്ന് കുത്തി തുറന്നു. അതിനുശേഷം 2 താക്കോലുകൾ ഉപയോഗിച്ച് സേഫ് തുറന്ന് അവയിൽ അടുക്കി വെച്ചിരുന്ന ഡോളർ നോട്ടുകൾ വാരി ആ പെട്ടിയിൽ നിറച്ചു. പിന്നീട് ആ പെട്ടി മറ്റു കുറെ പെട്ടികൾക്ക് അടിയിൽ വെച്ച് ഒന്ന് നിവർന്നു നിന്നു. അയാൾ വാച്ചിൽ നോക്കി. സമയം അർദ്ധരാത്രി കഴിഞ്ഞ് 45 നിമിഷങ്ങളായിരിക്കുന്നു. വേഗം ബാത്റൂമിൽ പോയി കൈകൾ കഴുകി. കുറച്ച് വെള്ളം കൊണ്ട് തറയിൽ പതിഞ്ഞിരുന്ന ആലിസിന്റെ രക്തം തുടച്ചു കളഞ്ഞു. എല്ലാം ഭദ്രമായെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ആലിസിന്റെ മൃതദേഹം ചുമന്ന് ബാങ്കിന്റെ പിൻവശത്തെ കതകിനടുത്തെത്തി. അതവിടെ തറയിൽ കിടത്തി. മിസ്സിസ് ലോറിങ്ങിനെ പ്രതീക്ഷിച്ച് കാത്തിരുന്നു. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നന്ദി. വീണ്ടും കാണാം.